ഇന്ധനം കത്തിത്തീരുമ്പോൾ എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സുബ്ഹാനല്ലാഹ്, സൂറത്തുർ റഹ്മാനിലുണ്ടൊരു വാക്ക് പലർക്കും വിശദീകരിക്കാനാവാതെ എന്താണിത് നിങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയാതെ അള്ളാഹ് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാന്ന് വരെ പറയാണ്. ഏത്? ആകാശം തകർക്കപ്പെടുന്ന രംഗം. അന്ന് ആ സൂര്യഗോളത്തിന് വരുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും റോസാപ്പൂ പോലെയായി തീരുന്ന ഒരു ദിവസം, ഉരുകിയൊലിച്ച് മുകൾ ഭാഗം റോസാപ്പൂ പോലെയായി മാറുന്ന ഒരു ദിവസം എന്നൊക്കെ സൂറത്തുർ റഹ്മാനിൽ ചില പ്രയോഗങ്ങൾ പറയുന്നത് കാണാം. ഞാൻ ഇപ്പോ വിശദമായതിലേക്ക് കടന്നുവരല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ ഭൂമിക്ക് മരണമുണ്ട്, സൂര്യന് മരണമുണ്ട്, ഇതൊക്കെ തകരും എന്ന് ഭൗതിക ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞ കേസാണ്. എന്നാൽ പിന്നെ എന്തിനിത് അവസാനിക്കുന്നു? ബുദ്ധിയുള്ളവർ ആളുടെ അന്വേഷണം പോകേണ്ടത് ആ വഴിക്കാണ്. എന്തിനാണ് ഇത് അവസാനിക്കുന്നത്? ഇത് അവസാനിക്കുമ്പോൾ അതിന്റെ അർത്ഥം മറ്റൊരു ലോകം തുടങ്ങാനാണ്. മറ്റൊരു ലോകത്തിന്റെ തുടക്കത്തിനാണ് ഈ ലോകം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരലോകമുണ്ടാകും. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബുസ്തത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅൻ മുംബസ്സ വകുൻതും അസ്വാജൻ സലാസ. നിങ്ങൾ പുനരുത്ഥാന നാളിൽ ആദ്യം സർവലോകനാശം സംഭവിക്കും. അപ്പോഴാണ് ഈ പുനരുത്ഥാനം ഉണ്ടാകുക. വഖഅത്തിൽ വാഖിയ എന്ന് പറയുന്ന മഹാസംഭവം സംഭവിക്കുക എന്ന് അല്ലാഹ് ഇപ്പോൾ പറഞ്ഞു വെച്ചു. തുടർന്ന് പറയുന്നു, വകുൻതും അസ്വാജൻ സലാസ. അവിടെ നിങ്ങൾ അടിസ്ഥാനപരമായി 3 ഗ്രൂപ്പായി മാറുന്ന ദിവസമാണത്. പരലോകത്ത് പുനരുത്ഥാന നാളിൽ മനുഷ്യർ 3 വിഭാഗങ്ങളാണ്. വകുൻതും അസ്വാജൻ സലാസ. പരലോകത്ത് എത്ര ഗ്രൂപ്പുകളാണ്? 3 ഗ്രൂപ്പ്, 3 പാർട്ടിയാ പരലോകത്തുള്ളത്. ഇത് അടിസ്ഥാന പാർട്ടിയാണ് കേട്ടോ. ഉപപാർട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഉപപാർട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ 3 കക്ഷികൾക്കും ഉപകക്ഷികൾ ഉണ്ടാകും, ധാരാളം ഉണ്ടാവും. ഏതാണ് ഈ അടിസ്ഥാനപരമായ 3 കക്ഷികൾ? സ്റ്റെപ്പ് 1 ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പില് നമുക്ക് കാണാൻ കഴിയുന്നത് ആരെയാണെന്നറിയോ? മുഖറബീങ്ങൾ, അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്ന മഹാന്മാർ, അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട മഹാന്മാർ. അൽ മുഖറബൂൻ, മുഖറബീങ്ങൾ എന്ന് വിളിക്കുന്ന ഉത്തമ വിഭാഗമാണ് നമ്പർ 1. രണ്ടാമത്തെ വിഭാഗം ആരാ? അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ യമീൻ സൂറത്തുൽ വാഖിയയിൽ ആദ്യം ഹ്രസ്വമായിട്ട് ഇവരുടെ ഈ 3 വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഹ്രസ്വമായ ഒരു അവതരണം. 3 വിഭാഗം ഉണ്ടെന്ന് ചുരുക്കി അങ്ങ് പറയാം. പിന്നെ അതിന്റെ തഫ്സീലാണ് എന്ന് പറഞ്ഞാൽ ഈ 3 വിഭാഗങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമാണ് പിന്നെ വരുന്നത്. വിശദമായ വിവരണം, ഡീറ്റെയിൽസ്, വിശദ വിവരങ്ങൾ പറയുന്നത് പിന്നെയാണ്. ആദ്യം മൊത്തത്തിൽ 3 വിഭാഗം ഉണ്ട് എന്ന് പറയും. പിന്നെ ആ 3 വിഭാഗങ്ങൾ, അവർക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, അവരുടെ വിശദ വിവരങ്ങൾ പിന്നീട് എണ്ണുകയാണ്. അങ്ങനെ എണ്ണുമ്പോൾ ആദ്യത്തെ ഹ്രസ്വ വിവരണത്തില് അല്ലാഹു തആല അസ്ഹാബുൽ യമീനിനെ കുറിച്ച് അസ്ഹാബുൽ മൈമന എന്നാണ് വിളിച്ചത്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അസ്ഹാബുൽ മൈമനയും അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യവാന്മാർ, മൈമനത്തിന്റെ കക്ഷികൾ. മൈമന എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗ്യം, സൗഭാഗ്യം. അപ്പൊ സൗഭാഗ്യവാന്മാർ അവര് തന്നെയാണ് അസ്ഹാബുൽ യമീൻ. ആരാണ് അസ്ഹാബുൽ യമീൻ? അവർ മുഖറബീങ്ങളുടെ ലിസ്റ്റിലല്ല, അതിന്റെ ഒരു സ്റ്റെപ്പ് താഴെയാണ്. എന്ന് പറഞ്ഞാല് അവര് കിതാബ് വലത്തെ കയ്യിൽ കിട്ടി എന്ന കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാ.
കിതാബ് വലത്തെ കയ്യിൽ കിട്ടിയെന്ന കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുക. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തില് ധാരാളം തെറ്റും ചെയ്തിട്ടുണ്ട്, നന്മയും ചെയ്തിട്ടുണ്ട്. നന്മയും തിന്മയും നിറഞ്ഞ ഒരു ജീവിതം. പക്ഷെ കണക്ക് കൂട്ടി വെക്കുമ്പോ 51% അയാൾക്ക് നന്മയാണ്. 51% അയാളുടെ ജീവിതത്തിൽ തിന്മയാണുള്ളത്. 49% തിന്മയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് നല്ല തിന്മയാണ്. 49% തിന്മയുണ്ട്. 50 അല്ല, 51 മുന്നിൽ നിൽക്കുന്നു. ഒറ്റ നന്മ. ഞാനത് മറ്റൊരു നിലക്ക് പറയാൻ പ്രയാസമായതുകൊണ്ടാണ് കോടിക്കണക്കിന് നന്മകളും തിന്മകളും ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ ഒരൊറ്റ നന്മ മുന്നോട്ട് നിന്ന മനുഷ്യൻ, ഒന്നിന് മാറ്റേ ഉള്ളൂ. ആ മനുഷ്യൻ നരകത്തിൽ കടക്കൂല. കാരണം തുലാസ് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു നോക്കിയാൽ ഒരു നന്മ അല്ലെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തുലാസ് അത്രയും കണക്കാ, അത്രയും കൃത്യമായിരിക്കും. നമ്മളെ മസാലക്കടയിലെ തുലാസിൽ ചിലപ്പോൾ ഒരരിമണിയൊന്നും ഇട്ടാൽ വിവരം തന്നെ അറിയില്ല. നേരെ മറിച്ച് സ്വർണ്ണക്കടയിലെ തുലാസിൽ ഒരു അരിമണി ഇട്ടാൽ വെയിറ്റ് ശരിക്ക് കാണിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അപ്പൊ അള്ളാഹുവിന്റെ തുലാസ് അത് കൃത്യമായ തുലാസാണ്. അതിലൊരു നന്മ മുമ്പിലുണ്ടെങ്കിൽ അതങ്ങ് പിടിച്ചാൽ അത് മുൻതൂക്കം കാണിക്കും. സ്വാലിഹായ കർമ്മത്തിന് മുൻതൂക്കം കാണിക്കും. സ്വാലിഹായ കർമ്മത്തിന് മുൻതൂക്കം കാണുന്നുണ്ടോ? അവൻ എവിടെയാ? അവൻ സ്വർഗത്തിലാ. അവൻ നരകത്തിൽ പോകുകയില്ല. പടച്ചോനെ, അങ്ങനെയാണോ? അങ്ങനെയാണ്. അയാൾ എല്ലാ വിഷയത്തിലും സജീവാണ്. നന്മയുടെ വിഷയത്തിലുണ്ടാകും, തിന്മയുടെ വിഷയത്തിലുണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. നന്മയിലും തിന്മയിലും ഇയാൾ സജീവമാണ്. പക്ഷെ ഒരു നന്മ മുമ്പിൽ നിന്നു എന്ന കാരണം കൊണ്ട് അയാൾ നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പോകും. ഏറ്റവും അവസാനത്തെ കക്ഷിയായിട്ട് സ്വർഗത്തിൽ പോകും. എന്നാലും അയാൾ നരകത്തിൽ കടക്കൂല. അയാൾക്ക് കിതാബ് കിട്ടുമ്പോൾ വലത്തെ കയ്യിലാ കിട്ടുക. വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ പിന്നെ ഹിസാബ് എളുപ്പമായിരിക്കും. ഹിസാബൊക്കെ നടത്തും. ഹിസാബ് കഴിഞ്ഞതിന് ശേഷം പൊയ്ക്കോന്ന് പറയും, സ്വർഗത്തിലേക്ക് വിടും. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്ഹാബുൽ യമീൻ. ഇത്രയും പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കഷ്ടിച്ച് സ്വർഗം കിട്ടുന്നവർ ഇവരാണ് അസ്ഹാബുൽ യമീൻ. കഷ്ടിച്ച് സ്വർഗം കിട്ടുന്നവർ. ഈ കഷ്ടിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ, കഷ്ടിച്ച് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഈ അസ്ഹാബുൽ യമീനിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. കാരണം ഒരു നന്മ മുമ്പിലുള്ളവരുണ്ടാകും, 2 നന്മ മുമ്പിലുള്ളവരുണ്ടാവും, 3 നന്മ മുമ്പിലുള്ളവരുണ്ടാകും, 300 നന്മ മുമ്പിലുള്ളവരുണ്ടാകും, അല്ലേ? ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞതിൽ ഇവരൊക്കെ പെടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അസ്ഹാബുൽ യമീൻ തന്നെ പല പവറിലുണ്ട്. അസ്ഹാബുൽ യമീൻ തന്നെ പല പവറിലുണ്ട്. ഇനി അസ്ഹാബുൽ ശിമാൽ. അപ്പൊ എന്തേ പറഞ്ഞു വന്ന വിഷയം പറഞ്ഞില്ല. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരാ. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അവിടെ ആദ്യം പറഞ്ഞപ്പോ അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞത്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ എന്നുള്ളതാണ് അസ്ഹാബുൽ യമീന്റെ അർത്ഥം. അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാർ. ഓല് ഭാഗ്യവാന്മാർ തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ ഏർപ്പാടിനും ഉണ്ടാവും. ഗാനമേള ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും, വയലുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കും. എന്നിട്ട് നന്മ മുമ്പിലെത്തി എന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ പോകുന്നവര് അവര് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളുകളല്ലേ? അപ്പൊ അവരൊരു ഭാഗ്യത്തിന് തലനാരിഴക്ക് രക്ഷപ്പെടുന്നതാണ്. അതാ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത്. ഉലൈക അസ്ഹാബുൽ മൈമന. ഉലൈക അസ്ഹാബുൽ മൈമന. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അർത്ഥം പറയാൻ പോവാണ്. പക്ഷെ അതിന്റെ മുമ്പ് ചെറുതായൊന്ന് പറയാന്ന് മാത്രം. 3ാമത്തെ വിഭാഗം അസ്ഹാബുശ് ശിമാലാണ്. അഥവാ ഒരു തിന്മ മുമ്പിലാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം തിന്മകൾ നോക്കിയപ്പം 51% തിന്മയുള്ളത്, 49% നന്മയുടെ ലിസ്റ്റുള്ളത്.
ഇയാള് ന്യായമായും നരകത്തിൽ പോകാം. വളരെ കൃത്യമായും സൂക്ഷിച്ചേ സംസാരിക്കാൻ പറ്റൂ. നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നു. എന്ത്? 51% നന്മയും 49% തിന്മയും. ഒരു നന്മ മുമ്പിലുള്ളവൻ അവൻ സ്വർഗത്തിൽ പോകും, ഉറപ്പാണ്, സംശയിക്കേണ്ടതില്ല, അവൻ സ്വർഗത്തിൽ തന്നെയാ. അതേസമയം തിന്മ ഒന്ന് മുമ്പിലായാലോ? നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. അവസാനം തുലാസ് പിടിച്ചു നോക്കുമ്പോ തിന്മ ഒരനക്കം മുമ്പിലാണ്. അയാളെ ന്യായമായും നരകത്തിലിടാം. നരകത്തിൽ പോകുന്നു നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞൂടാ. നരകത്തിൽ അയാളെ ഇട്ടാൽ എന്തുകൊണ്ടാ റബ്ബേ നീ നരകത്തിലിട്ടതെന്ന് ചോദിക്കാനുള്ള ന്യായമില്ല എന്നർത്ഥം. എന്തുകൊണ്ടാ നീ എന്നെ നരകത്തിലിട്ടത് എന്ന് ചോദിക്കാനുള്ള ന്യായമുണ്ടാവൂല. കാരണം എന്താ? തെറ്റ് ചെയ്തതിന്റെ പേരിലാ നരകത്തിലിട്ടത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ. നന്മയുടെ ത്രാസ് ആരുടേതാണോ കനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ 100% അവന് ഇഷ്ടപ്പെട്ട സന്തോഷകരമായ സന്തുഷ്ടമായ ജീവിതത്തിലാണ്, അവൻ സ്വർഗത്തിലാണ്. വഅമ്മാമൻ ഖഫ്ഫത് മവാസിനുഹു, ആരുടെ നന്മയുടെ തട്ടാണോ കനം കുറയുന്നത്. നന്മയുടെ തട്ട് കനം കുറയുമ്പം മീസാനു സയ്യിആത്ത് കൂടും, തിന്മയുടെ തട്ട് കനം കൂടും. അപ്പൊ ആരുടെ തിന്മയുടെ തട്ടാണോ കനം തൂങ്ങുന്നത്, നന്മ കുറയുന്നത്, ഫഉമ്മുഹു ഹാവിയ, അവനെ താലോലിക്കാനുള്ള, അവനെ ഉമ്മ വെക്കാനും താലോലിക്കാനുമുള്ള അവന്റെ ഉമ്മ, അവന്റെ അഭയകേന്ദ്രം. മനുഷ്യരുടെ അഭയകേന്ദ്രങ്ങൾ അവരുടെ ഉമ്മമാരാണ്. അതുകൊണ്ടാണ് അഭയകേന്ദ്രം എന്ന അർത്ഥത്തിന് ഇവിടെ ഉമ്മ എന്ന് പ്രയോഗിക്കാൻ കാരണം. ആ ഉമ്മ വെക്കും, ആ ഉമ്മ തലോടും. പക്ഷേ ആ ഉമ്മയും തലോടലുമൊന്നും ഒട്ടും സുഖകരമല്ല. തീനാളങ്ങളെ കൊണ്ടായിരിക്കും, ചുടുവെള്ളം കൊണ്ടായിരിക്കും, ചുടുകാറ്റുകൊണ്ടായിരിക്കും. അതേ സൽക്കാരമുണ്ടാകും ഉമ്മാന്റെ വക. പക്ഷേ ഉമ്മ മോനെ സൽക്കരിക്കുന്നത്, മോളെ സൽക്കരിക്കുന്നത് ഹമീം വെള്ളം കൊണ്ടായിരിക്കും, ഇന്നലെ കേട്ട സക്കൂം വൃക്ഷം കൊണ്ടായിരിക്കും. സഹിക്കാൻ കഴിയില്ല. ഫഉമ്മുഹു ഹാവിയ, തിന്മ മുന്നിൽ നിൽക്കുന്നവന്റെ അഭയകേന്ദ്രം ഹാവിയ, ആഴമുള്ള നരകക്കുണ്ടാണ്, ആഴമുള്ള നരകക്കുണ്ടാണ്. ഇത് പടച്ച റബ്ബ് പരിചയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഒരനക്കം തിന്മ മുമ്പിലാണോ ന്യായമായും അയാൾക്ക് ശിക്ഷ കിട്ടാം. പക്ഷേ അർഹമുറാഹിമായ റബ്ബ്, ഇന്നലെ നമ്മൾ കേട്ടില്ലേ, കലമും ലൗഹുൽ മഹ്ഫൂദും പടത്തിട്ട് ഞാൻ എന്താണ് ആദ്യമായി ലൗഹുൽ മഹ്ഫൂദിൽ എഴുതേണ്ട ഹെഡ്ലൈൻ എന്ന് കലമ് അള്ളഹാനോട് ചോദിച്ചപ്പോ അള്ളാഹ് പറഞ്ഞതെന്താ? ഇന്ന റഹ്മതീ തഗ്ലിബു ഗളബീ, എന്റെ സ്നേഹം എന്റെ കോപത്തെ ഓവർടേക്ക് ചെയ്യും. ഇതല്ലേ അള്ളാഹു എഴുതാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ റഹ്മാനായ റബ്ബ് ഒരു തിന്മയിലെ മുമ്പിലുള്ളു പാവം പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്ന് തീരുമാനിച്ചാലോ, ന്യായമായും നരകത്തിൽ കടക്കാൻ അവകാശമുള്ളവന് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്താൽ സ്വർഗത്തിലെത്തും. അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുത്താൽ സ്വർഗത്തിലേക്ക് പോകും. അതേസമയം നീതിയോടുകൂടെ തീരുമാനമെടുക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് പറഞ്ഞയച്ചാൽ കുഴപ്പമുണ്ടാകൂല എന്നർത്ഥം. അള്ളാഹുവിന്റെ ഔദാര്യമായി ചിലപ്പോൾ സ്വർഗപ്രവേശം നൽകും. പാപികൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കാറുണ്ട്. ആ പുറത്തു കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ അവൻ പെട്ടാൽ രക്ഷപ്പെടും. പക്ഷേ പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ, പെടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അവിടെ ആ വിഷയം. പക്ഷേ നമ്മളെ വിഷയപ്പം അതൊന്നും അല്ലല്ലോ. നമ്മൾ ഒരു ദിവസം നിങ്ങളൊരു നല്ല വെള്ള പേപ്പർ എടുക്കുക, അതിനെ പകുതിയായിട്ടിങ്ങ് മടക്കുക,
ഒരു ഭാഗത്ത് നടുക്ക് നിങ്ങൾ മടക്കിയിട്ട് വരയിട്ട് ലൈനിന്റെ ഇപ്പുറത്ത് നന്മയും അപ്പുറത്ത് തിന്മകളും എഴുതുക. ഒരു ദിവസം ചെയ്യുന്ന നന്മയും തിന്മയും. എന്നിട്ട് വൈകുന്നേരം കിടക്കുന്നതിന്റെ മുമ്പ് കിടപ്പറയിൽ ചെന്നിട്ട് നിങ്ങളിത് മൊത്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. തിന്മകൾ എത്രയോ മുമ്പിലാ. ആകെ നന്മയുടെ ലിസ്റ്റ് പറയാനുള്ളത് ദുഹർ നിസ്കരിച്ചതും അസ്ർ നിസ്കരിച്ചതും മഗ്രിബ് നിസ്കരിച്ചതും ഇശാ നിസ്കരിച്ചതും സുബഹി നിസ്കരിച്ചതും അല്പം ഖുർആനോദിയതും സ്വലാത്ത് ചൊല്ലുന്നവൻ അത് ചൊല്ലിയതും ഒക്കെയായിരിക്കും നന്മയുടെ ലിസ്റ്റ്. അപ്പുറത്തോ ഗീബത്ത്, നമീമത്ത്, കളവ്, ഫസാദ്, അത് മണിക്കൂർ കണക്കിന് ഇല്ല. ആകെ ചെയ്ത നിസ്കാരത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ 1 മണിക്കൂറേ ഉള്ളൂ. അതുമില്ല, 1/2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസത്തെ നിസ്കാരം നമ്മൾ നിസ്കരിച്ചത്, ഖുർആൻ ഓതിയതും സ്വലാത്ത് ചൊല്ലിയതും നമ്മൾ എല്ലാ അമലുകളും കൂടെ കൂട്ടി നോക്കുമ്പം 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ ഔദ്യോഗിക ഇബാദത്ത്. പിന്നെ അനൗദ്യോഗിക ഇബാദത്തുകളുണ്ട്. സഹോദരിമാര്, വീട്ടിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് നിങ്ങൾക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ എന്ത് വേണം? അങ്ങനെ ഒരു നിയ്യത്ത് വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്ഷണം പാചകം ചെയ്യാൻ കഞ്ഞി വെക്കുമ്പം ഞാൻ പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടാനാ കഞ്ഞി വെക്കുന്നത്. ഞാൻ ചായ എന്റെ ഭർത്താവിനും മക്കൾക്കും എന്റെ വീട്ടുകാർക്കും ഉണ്ടാക്കി കൊടുക്കുമ്പം ഇതൊരു ഇബാദത്താണ്, പടച്ചോൻ കൂലി തരണമെന്ന് കരുതിയാണ്. അങ്ങനെ നിസ്കാരത്തിനും നോമ്പിനും ഒക്കെ നിയ്യത്ത് വെക്കുന്നത് പോലെ വെക്കണോ? വേണ്ട. സ്വാരിഫുന്നനി നെയ്യത്തില്ല ഞാൻ മതി. അറബി പറഞ്ഞതുകൊണ്ട് മനസ്സിലാകാത്തവരുണ്ടാകും. നെയ്യത്തിനെ തൊട്ട് തിരിച്ചു കളയുന്ന ഒരു ഘടകം അവിടെ വരാഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇബാദത്തായിട്ടൊന്നുമല്ല. ഇതാ മൂപ്പര് കണ്ണ് കാട്ടുന്നു വിചാരിച്ചിട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ മക്കൾ കരയുന്ന് കരുതിയിട്ടുണ്ടാക്കുക. ഇങ്ങനെ കരുതിയാ പിന്നെ ഇബാദത്തിന്റെ കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ പ്രാഗി പറഞ്ഞുകൊണ്ടാ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അകം തീർക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇബാദത്താണ് എന്ന ഒരു പൊതുവിശ്വാസത്തോടു കൂടെയാ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ കൂലി കിട്ടും സഹോദരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്ക് കൂലി കിട്ടും. അപ്പൊ സഹോദരന്മാർ പണിക്ക് പോകുന്നതിനും കൂലി കിട്ടും, അതിനൊക്കെ കൂലി കിട്ടും നല്ല നിയ്യത്തുണ്ടെങ്കിൽ. അതേസമയം പ്രാഗി പറഞ്ഞാണ് പോകുന്നതെങ്കിൽ അതിന് കൂലി കിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഔദ്യോഗിക ഇബാദത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആകെ 1 മണിക്കൂറേ 24 മണിക്കൂറിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ ഔദ്യോഗിക തെറ്റുകൾ ആ തെറ്റുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാലോ, തെറ്റുകളൊക്കെ ഔദ്യോഗികമായിരിക്കും. ഗീബത്ത്, നമീമത്ത്, കളവ്, ഫസാദ്, വേറെ ചതി, വഞ്ചന, കച്ചവടത്തിൽ നടത്തിയ ചതിയും വഞ്ചനയും, അതുപോലെ തന്നെ ഒരു ദിവസം ജീവിതത്തില് കളവും ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞതിന്റെ മണിക്കൂറുകൾ പരിശോധിച്ചു നോക്കിയാൽ 6-7 മണിക്കൂറില് ഒതുങ്ങുകയില്ല. ബാക്കിയുള്ള സമയമൊക്കെ ഉറങ്ങിയതുമായിരിക്കും, അല്ലെ ഭക്ഷണം കഴിച്ചതുമായിരിക്കും. എവിടെന്നാ നമ്മൾ രക്ഷപ്പെടുക? ഇത് രണ്ടും കൂടെ തട്ടിച്ചിട്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ തിന്മകളോട് അടുക്കാതിരിക്കണം. അത് മാത്രമേ മാർഗമുള്ളൂ. തിന്മകളോട് അടുക്കാതിരിക്കണം, വേണ്ടാത്തരം ചെയ്യാതിരിക്കണം. ഇങ്ങനെ ഒരു വിശദീകരണം ഞാൻ ഇതിന് പറയാൻ കാരണം, ഇന്ന് ഈ വയല് കേട്ടിട്ട് ഒരാളും ചിന്തിക്കേണ്ട, അത് ശരി, കുറച്ചൊക്കെ ഗാനമേളക്കൊക്കെ പോകാം, കുറച്ചൊക്കെ സിനിമക്കൊക്കെ പോകാം, സിനിമ കാണാം, വൃത്തികെട്ട ചിത്രങ്ങളൊക്കെ കാണാം, അമലുസാലിഹത്ത് മുമ്പിലുണ്ടായാ പോരെ. ഇത് നമ്മൾ എങ്ങനെ കണക്കൂട്ടിയാലും മുമ്പിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒറ്റ ദിവസത്തേത് ഒന്ന് വിടാതെ എഴുതി വെക്കണ്ടി നമ്മൾ ചെയ്യണത്, നന്മയും തിന്മയും. എന്നിട്ട് എത്ര മാറ്റമുണ്ട്. തിന്മയുടെ 10-1 പോലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ നന്മ ഉണ്ടാവൂല. കറക്റ്റാണ്. നോക്കൂ, ഞെട്ടിപ്പോകും. അള്ളാഹു അവന്റെ മഹ്ലു ഫദ്ലു കൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അപ്പൊ ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നവർ ഒരൊറ്റ ഒന്നും പിന്നിലാണെങ്കിൽ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാനും തീരുമാനിച്ചില്ലെങ്കിൽ കിതാബ് എടുത്തേ കയ്യിലാണ്. കിതാബ് എടുത്തേ കൈ കിട്ടിയോ നരകത്ത് പോകണം. ഇവരെ പറ്റി സൂറത്തുൽ വാഖിയയുടെ തുടക്കത്തിൽ അല്ലാഹ് പറഞ്ഞത് അസ്ഹാബുൽ മശ്അമ എന്നാണ്.
ഹ്രസ്വ വിവരണത്തിൽ അസ്ഹാബുൽ യമ, വിശദമായിട്ട് പറഞ്ഞപ്പം വിശദമായ വിവരണത്തിലോ അസ്ഹാബുൽ ശിമാൽ എന്നും പറഞ്ഞു. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ. ഇപ്പുറത്ത് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞപ്പോ അസ്ഹാബുൽ മശ്അമ, അസ്ഹാബുൽ മശ്അമ, മശ്അമ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? ഭാഗ്യക്കേട്, ദൗർഭാഗ്യം. അപ്പൊ അസ്ഹാബുൽ മശ്അമ എന്ന് പറഞ്ഞാൽ ദുർഭഗർ, ദുർഭഗർ, ദൗർഭാഗ്യവാന്മാർ, ദുർഭഗർ, ഭാഗ്യം കെട്ടവർ. അതാണ് അസ്ഹാബുൽ മശ്അമ. കാരണം ഒരു തിന്മയൊക്കെ നന്മയെ ഓവർ ചെയ്ത് നമ്മൾ നരകത്ത് പോകേണ്ടി വന്നെങ്കിൽ മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അത് ഭാഗ്യക്കേട് തന്നെയല്ലേ? എല്ലാ അർത്ഥത്തിലും ഭാഗ്യക്കേടാണ്. അപ്പൊ അതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഹ്രസ്വമായ ആ വിവരണമാണ് ഇന്നിവിടെ പറയുന്നുള്ളൂ. വിശദമായ വിവരണത്തിലേക്ക് നാളെ കടന്നു വരും ഇൻഷാ അല്ലാഹ്. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗങ്ങളാണ്. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗങ്ങളാണ്. അടിസ്ഥാനപരമായി 3: അൽ മുഖറബൂൻ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ശിമാൽ. ഈ മുഖറബീങ്ങൾ എന്ന് പറഞ്ഞതിൽ പലരും ഉണ്ടാവും. മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഹിസാബ് പോലും ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോണോല. അവര് ഖബറിന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുക, മഹ്ശറിൽ സ്വർഗത്ത് കടുക്കുക. അവർക്ക് അപ്പണിയുള്ളൂ. അതിന്റെ ഇടയിൽ ഹിസാബും ചോദ്യവും ഉത്തരവും ഒന്നുമില്ല. ഇതാണ് മുഖറബീങ്ങൾ. അവരെന്നെ പലരുമാണ്, പല രൂപത്തിലാണ്. അവരെന്നെ പല രൂപത്തിലുമാണ്. അല്ലെ, സ്വാത്ത് പാലത്തിലൂടെ മിന്നെറിയുന്ന വേഗതയിൽ കടക്കുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, മെച്ചപ്പെട്ട കുതിരയുടെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്, നല്ല ഒട്ടകത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ഒരു ഹദീസിൽ ഇതിന്റെ തർത്തീബ് അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം നടന്നു പോകുന്നവർ, ഓടിപ്പോകുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അസ്ഹാബുൽ യമീന്റെ ലിസ്റ്റാണ്. അവിടേക്കൊക്കെ എത്തുമ്പോഴേക്ക് ഈ അസ്ഹാബുൽ യമീന്റെ ലിസ്റ്റിലാ പിന്നെ പെടുന്നത്. എന്നിട്ട് ആ കൂട്ടത്തില് ഏറ്റവും അവസാനം സിറാത്ത് പാലം കടക്കുന്ന മനുഷ്യൻ ഹബീബ് ഹദീസിൽ എണ്ണിയത് കാണാം. വഇന്ന ആഖിറഹും മുറൂറൻ അലസ്സിറാത്ത്, സിറാത്ത് പാലത്തിലൂടെ ഏറ്റവും അവസാനം കടന്നു പോകുന്ന മനുഷ്യനാരാ? മൻ അലാ മൗദിഇ ഖദമൈ റിജ്ലൈഹി നൂറുൻ, അയാളുടെ 2 കാൽപാദങ്ങള് ഇബ്ഹാമൈ ഖദമൈഹി അലാ മൗദിഇ ഇബ്ഹാമൈ ഖദമൈ, അയാളുടെ 2 കാൽപാദങ്ങളുടെ തള്ളവിരലിന്റെ തലക്ക്, തള്ളവിരലുകളുടെ തലപ്പത്ത് നൂറിനൊരു വെളിച്ചം ഉണ്ടാകും. ആ വെളിച്ചം ഒന്നങ്ങ് കെടും, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തെളിയും, പിന്നെയും കെടും, പിന്നെയും തെളിയും, പിന്നെയും അണയും, പിന്നെയും കത്തും. ഈ കരണ്ടിന്റെ ടോർച്ച് ഉണ്ടല്ലേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അത് കരണ്ട് തീരാറാകുന്ന സമയത്ത് ഞെക്കിയാ കത്തും, പിന്നെ കെട്ടും. പിന്നെ നമ്മൾ ആ നിന്നോടത്ത് തന്നെ അങ്ങനെ നിൽക്കുക, ആ നിന്നോടത്ത് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. വെളിച്ചങ്ങനെ അടിച്ച് കുറച്ചങ്ങോട്ട് നടക്കും. പിന്നെ അവിടെ അങ്ങനെ കുറച്ചേരം നിന്നാല് പിന്നെ അടിച്ചാൽ ഒന്നും കൂടെ കത്തും. അപ്പൊ അക്കണ്ട വെളിച്ചത്തിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകും. പിന്നെ കുറെ നേരം നിൽക്കുമ്പോൾ വീണ്ടും കിട്ടും ഒരു ലൈറ്റ്. ഇതേ രൂപത്തിൽ സിറാത്ത് പാലം കിടക്കണത്. ഇത് കുറച്ച് കാലം കിടക്കാനുള്ള പാലാണ്. അവിടെയാ വിഷയം. ഇത് ഈ കെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈറ്റിന്റെ വെളിച്ചത്തിൽ, മങ്ങിയ വെളിച്ചത്തിൽ ഒറ്റടി വെച്ച് പടച്ചോനെ പലപ്പോഴും അയാളെ കൊണ്ട് യതകഫഉ ബിഹി സിറാത്ത് സയ്യിദുനാ റസൂലുള്ളാഹി, പാലങ്ങനെ ആടി ഒലയും. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാൻ പോവും, പേടിയാവും, നിലവിളിക്കും. പക്ഷെ സംഗതി വീഴൂല. ഒരഭ്യാസിയുടെ രൂപത്തിൽ അയാൾ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകും. വീഴാൻ പോയാലും വീഴാതെയൊക്കെ എണീറ്റ് നിന്നിങ്ങനെ പോയിട്ട് അവസാനം സ്വർഗത്തിലടുത്തും. ഇയാളാണ് ഏറ്റവും അവസാനം പോണ ആള്. വീണു എന്ന് ഉറപ്പിച്ച്, കുടുങ്ങി ഉറപ്പിച്ചിട്ട് അവസാനം കണ്ട് സലാമത്ത് കിട്ടുകയാണ്. അള്ളാഹു ആ കൂട്ടത്തിലെങ്കിലും നമ്മളെ പെടുത്തി തരട്ടെ. അതിനൊന്നും അല്ലട്ടോ ദ്വാരക്കുണ്ട്. ആ കൂട്ടത്തിൽ പറയണേ, നമ്മൾ പേടികൊണ്ട് ദ്വാരുന്നതാ. നബിതങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസാ ചോദിക്കേണ്ടത് എന്നാ. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദറജയാ ഫിർദൗസ്.
അതാ നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും, ചോദിക്കുന്നവൻ എത്ര മോശക്കാരനാണെങ്കിലും, ചോദിക്കപ്പെടുന്നവൻ ഉദാരനായ റബ്ബാണ്. അതുകൊണ്ട് പേടിക്കണ്ട, എത്ര വലുതും ചോദിച്ചോ. അള്ളാഹു സ്വർഗത്തിൽ അഅ്ലാ ദറജ തന്നെ നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. അപ്പോൾ അസ്ഹാബുൽ യമീൻ പല തട്ടില, മുഖറബീങ്ങൾക്ക് പല ഉപവിഭാഗങ്ങളുണ്ട്, അവർ തന്നെ പല വിഭാഗങ്ങളുണ്ട്. മുഖറബീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പല തട്ടില, ഔലിയാക്കളൊക്കെ പല തട്ടിലല്ലേ? അതെന്നെ അമ്പിയാക്കൾക്ക് പല ദറജയല്ലേ? എല്ലാ നബിമാരും ഒരു ദറജയിലാണോ? തിൽക്കർ റുസ്ലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅ്ദ്. നബിമാര് വരെ അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മുഖറബീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടവരാണെങ്കിൽ ആ അമ്പിയാ ഔലിയാ ഇന് പല പല ഗ്രേഡുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായി 3. അസ്ഹാബുൽ യമീനും പല തട്ടില, എല്ലാവരും ഒരേ സ്ഥാനത്തല്ല. അസ്ഹാബുൽ ശിമാൽ നരകാവകാശികൾ പല തട്ടില, എല്ലാവരും ഒരുപോലെയല്ല. കാരണം വളരെ മോശപ്പെട്ടവരുണ്ട്, കൂടുതൽ മോശപ്പെട്ടവരുണ്ട്, വളരെ വളരെ മോശപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ 3 വിഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാനപരമായി. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ അടിസ്ഥാനപരമായി 3 ഗ്രൂപ്പുകളാകും. ഏതാണ് ആ 3 ഗ്രൂപ്പുകൾ? എന്നിട്ട് അല്ലാഹു ഇങ്ങെണ്ണുകയാണ്. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ഫഅസ്ഹാബുൽ മൈമന, അപ്പോൾ മഹാഭാഗ്യവാന്മാരെന്ന് പറയുന്ന ഒരു ടീമുണ്ട്. മാ അസ്ഹാബുൽ മൈമന, ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ ഈ വിഭാഗം ആരാണ്? അതെന്താണ്? അവരുടെ ഹാലെന്താണ്? അവരാരാണ്? അവരൊരു സംഭവമാണ്. നബിയെ തങ്ങൾക്കറിയോ? അവരെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്തത്ര വലിയ ഭാഗ്യവാന്മാരാണ് അവർ, കഷ്ടിച്ച് സ്വർഗം കിട്ടുന്നവർ. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ തന്നെ പറയുന്നു. അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ മാ അസ്ഹാബുൽ മൈമന, ഭാഗ്യവാന്മാർ എന്താണ്? അവരുടെ ഹാലെന്താണ്? അവരുടെ അവസ്ഥ എന്താണ്? നബിയെ തങ്ങൾക്കറിയോ? അതൊരു വല്ലാത്ത സംഭവമാണ്. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. ലക്ഷണം കെട്ടവർ, ഭാഗ്യം കെട്ടവർ, ദുർഭഗർ. മാ അസ്ഹാബുൽ മശ്അമ, അവരുടെ ഭാഗ്യക്കേടും കണ്ടവരില്ല. അവരുടെ ഭാഗ്യക്കേട് എത്ര വലുതാന്ന് തങ്ങൾക്കറിയോ? ഭാഗ്യക്കേട് എന്ന് പറഞ്ഞാൽ അതാണ്, അതല്ലാത്തതൊന്നും ഭാഗ്യക്കേടല്ല. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുമാണ്, അതല്ലാത്ത ഒന്നും ഭാഗ്യമല്ല. ഈ രൂപത്തിലാണ് ഈ ഭാഗ്യവും ഭാഗ്യക്കേടും. അതുകൊണ്ട് അല്ലാഹു തആല കൂടുതൽ വിശദീകരിക്കാതെ വ്യംഗ്യമായ ഒരു ചോദ്യത്തിലൂടെ അവരുടെ ഹാല് ശരിക്കങ്ങ് ചിത്രീകരിച്ചു തന്നു. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. ഭാഗ്യവാന്മാരുടെ ഭാഗ്യം കണ്ടവരില്ല, ദുർഭഗരുടെ ഭാഗ്യക്കേടും കണ്ടവരില്ല. ഇതാണ് ആശയം. അസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. ഇനി ഒരു 3-ാം വിഭാഗമുണ്ട്. അതാരാണ്? വസ്സാബിഖൂൻ. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. വസ്സാബിഖൂന സാബിഖൂൻ. ഇനി വസ്സാബിഖൂൻ, ഇവരുടെയൊക്കെ മുമ്പിലുള്ള ഒരു ടീമുണ്ട്. ആരാണ് ഈ സാബിഖീങ്ങൾ? മുഖറബീങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് സാബിഖ്. സാബിഖീങ്ങൾ ആരാ? ഈ സാബിഖീങ്ങൾ എല്ലാവരെയും തോൽപ്പിച്ച് മുന്നേറുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. വസ്സാബിഖൂൻ, ആരാണ് മുന്നിലുള്ളവരെന്നറിയോ? വസ്സാബിഖൂന സാബിഖൂൻ, 1-ാം ബാച്ച് മുമ്പിലുള്ളവർ.
ഫസ്റ്റ് ക്ലാസ്സുകാര്. അസ്സാബിഖൂൻ, അവർ ഫസ്റ്റ് ക്ലാസ്സുകാര് തന്നെ. കണ്ടോ ഖുർആന്റെ ശൈലി. വസ്സാബിഖൂന അസ്സാബിഖൂൻ, ഒന്നാമത്തെ വിഭാഗം ഗ്രേഡ് അവലിലുള്ള, ഫസ്റ്റ് ഗ്രേഡിലുള്ള ആളുകളില്ലേ, അവരെവിടെയും ഫസ്റ്റിൽ തന്നെ. ഇത് പറയാനാണ് അല്ലാഹ് ഇത് ലാസ്റ്റിലേക്ക് നീട്ടിവെച്ചത്. മറ്റേത് രണ്ടും അങ്ങ് പറഞ്ഞിട്ട് പിന്നെ വസ്സാബിഖൂന സാബിഖൂൻ എന്ന പ്രയോഗം ഒന്നങ്ങ് കനപ്പിക്കാൻ. ഇവരെയൊക്കെ തോൽപ്പിച്ച് മുന്നേറുന്നവരാണ് അവർ. വസ്സാബിഖൂന സാബിഖൂൻ, ഒന്നാം ബാച്ച് തന്നെ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഇതിന്. പറയാം. വസ്സാബിഖൂന സാബിഖൂൻ, ഒരർത്ഥം കേട്ടോളൂ. നന്മയിൽ മുന്നേറുന്നവർ നാളെ സ്വർഗത്തിലും മുന്നിലാണ്. വസ്സാബിഖൂന സാബിഖൂൻ, ദുനിയാവിൽ നന്മയുടെ പക്ഷത്ത് മുന്നിൽ നിന്നവർ. അസ്സാബിഖൂൻ, നാളെ സ്വർഗത്തിലും അവർ മുന്നിലാണ്. ഇവിടെ വയലുണ്ടെങ്കിൽ മൂപ്പര് ഒന്നാം സഫിലുണ്ടാവും. എല്ലാ നല്ല കാര്യത്തിന്റെയും മുമ്പിലുണ്ടാകും. നാളെ പരലോകത്തും അയാൾ മുമ്പിലാണ്. നാളെ പരലോകത്തും അയാൾ മുമ്പിലാണ്. വസാബിഖൂൻ അസാബിഖൂൻ എന്നതിന്റെ അർത്ഥം ഒന്ന് ഇതാണ്. എന്നിട്ട് പറഞ്ഞു ഉലൈകൽ മുഖറബൂൻ, അവരാരാന്നറിയോ? ഉലൈകൽ മുഖറബൂൻ, അവര് അൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ സാമീപ്യം നേടിയ മഹാന്മാരാണ്. അവര് അല്ലാഹുവിന്റെ സാമീപ്യം നേടിയ മഹാന്മാരാണ്. ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം, എവിടെയാണ് പടച്ച റബ്ബിന്റെ സാമീപ്യം അവർക്ക് കിട്ടിയത്? സുഖലോക സ്വർഗത്തിൽ, അനുഗ്രഹങ്ങളുടെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ സാമീപ്യം നേടുന്നവരാണവർ. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. ഈ ടീം ഒന്നാം ബാച്ചിൽ സുല്ലത്തും മിനൽ അവ്വലീൻ, ഒന്നാം ബാച്ചിൽ ഒരു കൂട്ടം തന്നെയുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അങ്കുലി പരിമിതമായിരിക്കും ഇവർ. ഖലീലുൻ വളരെ വളരെ തുച്ഛമായിരിക്കും. വഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പം ഈ പറഞ്ഞ മുഖറബീങ്ങളുടെ എണ്ണം ചുരുങ്ങും. എന്നാലോ ഒന്നാം ബാച്ചിലെടുത്തു നോക്കുമ്പം മുഖറബീങ്ങളുടെ എണ്ണം വർദ്ധിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടടുത്തുള്ള വിഭാഗം അവരാണ് അവ്വലീങ്ങള്. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. ഓരോ നബിമാർക്കുമുണ്ട് അവ്വലീങ്ങളും ആഖിരീങ്ങളും. നമ്മുടെ മുത്തുനബിയുടെ അവ്വലീങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ മുആസിരീങ്ങളാണ്, സമകാലികരാണ്. ആഖിരീങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ശേഷമൊക്കെ ഉള്ള ആളുകൾ, നമ്മുടെ തൊട്ടു മുമ്പിലൊക്കെ ഉള്ള ആളുകൾ ആഖിരീങ്ങളാണ്, അവസാന ബാച്ചിലുള്ളവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, മുൻകാലക്കാരിലും പിൻകാലക്കാരിലും മുഖറബീങ്ങളുണ്ടാവും. ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നവർ ഇന്ന് ലോകത്തുണ്ടാവൂല എന്നൊരാളും വിവരക്കേടുകൊണ്ട് പറഞ്ഞു പോകരുത്. ഇന്നുമുണ്ട് ലോകത്തിൽ. ഏത്? ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മുത്തഖീങ്ങള്. എന്തേ കാരണം? വഖലീലും മിനൽ ആഖിരീൻ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലും മുഖറബീങ്ങൾ ഉണ്ടാവും. ആരാന്ന് കണ്ടെത്താൻ നമുക്ക് പ്രയാസം ഉണ്ടാകും. നാം വിചാരിക്കുന്നവരാവണമെന്നില്ല ആ മുഖറബ്. ഏതോ എന്റെ മഹലിൽ ഞാൻ വിചാരിക്കുന്ന ആളാവണമെന്നില്ല മുഖറബ്. എന്റെ നാട്ടുകാരൊന്നും വിചാരിക്കുന്നവരാവണമെന്നില്ല. ആരും അറിയാതെ കിടക്കുന്ന ഒരു പച്ചപ്പാവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാവാം. മുഖറബ് ആ ലിസ്റ്റിലേക്കാണ് പെടണമെങ്കിൽ ആദ്യം വേണ്ടത് കറകളഞ്ഞ ഈമാനാണ്. കറകളഞ്ഞ ഈമാനാണ്. ഈമാനാണ് മാർക്ക്. അമലിന്റെ മാർക്കൊക്കെ ശേഷമാണ് അമലിന് മാർക്കിടുന്നത്. ഈമാനിനാണ് മാർക്ക്. അതിൽ പരമാവധി മാർക്ക് നേടണം, പിന്നെ അമലിലും നേടണം. അത് രണ്ടും കൂടെ നേടുന്ന ആളുകൾ ആഖിരീങ്ങളിലും ഉണ്ടാകും. പക്ഷേ മുൻഗാമികളിൽ സുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുണ്ടാകും.
ഖലീലും മിനൽ ആഖിരീൻ. പിൽക്കാലക്കാരെ നോക്കുമ്പോഴോ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാം ബാച്ചിനെ അങ്ങനെ പരിശോധിക്കുമ്പം ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ആ ഒന്നാം ബാച്ചിനെ അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? നമ്മളിങ്ങനെ നോക്കുകയാണ്, ഒന്നാം ബാച്ചിൽ അബൂബക്കർ സിദ്ദീഖ് മുഖറബാണോ? ഒരു സംശയവുമില്ല. അബൂബക്കർ സിദ്ദീഖ് മുഖറബാണ്, ഫാറൂഖ് തങ്ങള് മുഖറബാണ്, ഉസ്മാനുൽ ഗനി മുഖറബാണ്, അലിയുനിൽ മുർത്തദ മുഖറബാണ്, ഉസ്മാൻ ഇബ്നു അബീ ത്വാലിബ് മുഖറബാണ്, സഅദ് റളിയല്ലാഹു അൻഹു മുഖറബാണ്, സഈദ് റളിയല്ലാഹു അൻഹു മുഖറബാണ്, അബൂ ഉബൈദ തങ്ങൾ മുഖറബാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മുഖറബാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മുഖറബാണ്. ഇങ്ങനെ ഒന്നാം ബാച്ചിൽ ഇങ്ങനെ നോക്കിയാൽ മുഖറബല്ലാത്ത ഒറ്റക്കുട്ടിയില്ല. സുല്ലത്തും മിനൽ അവ്വലീൻ. ഒന്നാം ബാച്ചിൽ ഒരു കൂട്ടം മുഖറബീങ്ങളെ കാണാം. അതേ സമയം വഖലീലും മിനൽ ആഖിരീൻ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം പരിശോധിക്കുകയാണ്, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനുള്ള ആളുകൾ ഇന്നുണ്ടോ? ആ ദർജയിലുള്ള ആളുകൾ ഇന്നും ഉണ്ടാവും. ഹദീസിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാലോ. ചില ഹദീസുകൾ വായിക്കുമ്പോൾ ചില സുന്നത്തുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ആ സുന്നത്ത് എടുക്കുന്നവർ മിസ്ലി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയാണ് അവർ. ചില സുന്നത്തുകൾ പാടെ ലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോൾ ആ ചെറിയ സുന്നത്ത് അവർ ഹയാത്താക്കിയാൽ കമിസ്ലി അബൂബക്കർ വകമിസ്ലി ഉമർ, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും പറ്റി പറയാണ്. അപ്പോ അത്തരം ആളുകൾ ഇന്നും ഉണ്ടാവും. അല്ലെങ്കിലും ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ഈമാനിന്, ഇസ്ലാമിനല്ല ഈമാനിന്, അത് ശരിക്കും നമുക്ക് 4 വകുപ്പായിട്ട് 4 സ്റ്റെപ്പുകളുണ്ട് അതിന്, അല്ലെങ്കിൽ 4 കാറ്റഗറിയാണ്. ഒന്ന് അംബിയ കാറ്റഗറി, അത് ഫസ്റ്റ് കാറ്റഗറിയാണ്, അംബിയ. പിന്നെ അടുത്തത് സിദ്ദീഖീങ്ങളുടെ കാറ്റഗറിയാണ്, പിന്നെ ശുഹദാക്കളുടെ കാറ്റഗറിയാണ്, അത് കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളുടേതാ. ഇത് 4 ഉള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന മുഅ്മിനീങ്ങൾ ഇവർ 4 പേരുമാണ്. അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. 4 തട്ട ഈമാനിനുള്ളത്. ഒന്ന് അംബിയ കാറ്റഗറി, നബിമാരുടെ സ്ഥാനം. നബിമാർക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനം. ബഅദൽ അംബിയ, അംബിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനമാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഇതിൽ പണ്ഡിതന്മാർക്ക് ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമല്ല. അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും സ്ഥാനം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ പിറകിലാണ്. ഉമർ മോശക്കാരനായതുകൊണ്ടല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതിന്റെ പിറകിലാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന്റെ പിറകിലാണ്. ഇതൊക്കെ എന്തുകൊണ്ട്? മറ്റോല് മോശക്കാരായതുകൊണ്ടല്ല, പണ്ഡിതന്മാർ തീരുമാനിച്ചു പറഞ്ഞതാണ്. 4 ഖുലഫാകളുടെ തർത്തീബിൽ ലോകത്തൊരാൾക്കും ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമല്ല. 4 ഖുലഫാക്കൾ, അതിൽ 1, 2, 3, 4 സ്ഥാനത്തുള്ളവർക്ക് ഒന്നാം ആൾക്ക് 1-ാം സ്ഥാനം തന്നെയാണ്. രണ്ടാമത്തെ 2-ാം സ്ഥാനമാണ്. മൂന്നാമത്തെ ആൾക്ക് 3-ാം സ്ഥാനമാണ്. 4-ാമത്തെ ആൾക്ക് 4-ാം സ്ഥാനമാണ്. അലി ഇബ്നു അബീ ത്വാലിബിനെ കുറിച്ച് മദ്ഹുകളേറെ പറയാനുണ്ട്, എല്ലാവരെ പറ്റിയും. അലി ഇബ്നു അബീ ത്വാലിബിനെ പറ്റി മാത്രമല്ല, മദ്ഹുകൾ അവരങ്ങോട്ട് പറയുമ്പോൾ അവരാണോ ലോകത്ത് ഏറ്റവും വലിയവരെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അവരുടെ മുമ്പിലുള്ളവരെക്കാൾ അവരുയരൂല. അതുകൊണ്ടാണ് സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞ ഒരു ടീം, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ പവർ. എന്നാൽ അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ എണ്ണിയോലൊക്കെ സിദ്ദീഖിയൻ പവറിൽ പെടുന്നവരാ. സഹാബത്തൊക്കെ സിദ്ദീഖിയൻ പവറിൽ പെടുന്നവർ തന്നെയാണ്, സിദ്ദീഖിയൻ ഈമാനിക പവറിൽ പെടുന്നവർ തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അടിസ്ഥാനപരമായിട്ടാണ് ഈ 4 എണ്ണം പറഞ്ഞത്. അംബിയ, സിദ്ദീഖീങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ ശുഹദാക്കള്
സിദ്ദീഖീങ്ങൾ പിറകില. എന്താ കാരണം? എന്താ ഷഹീദ് സിദ്ദീഖിന്റെ പിറകിലായത്? ഷഹീദ് സിദ്ദീഖിന്റെ പിറകില. ഷഹീദ് സിദ്ദീഖിന്റെ പിറകിലല്ലായിരുന്നെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും മഹത്വം വരുമായിരുന്നു. ശുഹദായിനെങ്ങാനും മുമ്പിൽ അള്ളാഹു പറയായിരുന്നെങ്കിൽ. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷഹീദല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടല്ലേ മരിച്ചത്, വഫാത്തായത്. അവിടെയാണ് പറയുന്നത് ഷഹീദ് പിറകിലാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മോശാക്കലല്ലോ, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. യുദ്ധത്തിൽ ഷഹീദാവുക, സമരക്കളത്തിൽ ഷഹീദാവുക എന്നത് ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്വഹാബത്ത് അവരെക്കാട് മാറ്റിവെച്ചാൽ നമ്മളെ കാലഘട്ടത്തിലും അല്ലേ കിട്ടാവുന്ന ഒരു പവറാണിത്. ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതിൽ മരിച്ച ഷഹീദിന്റെ കൂലിയാണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുണ്ട്. ശരിയായ ജിഹാദാണ് നടന്നതെങ്കിൽ ഷഹാദത്തിന്റെ കൂലി കിട്ടും. അപ്പൊ ഈ ഷഹാദത്തിന്റെ കൂലി കിട്ടാൻ, ഷഹീദാവാൻ ഒരു മിനിറ്റ് മതി അല്ലേ? അതുവരെ എന്തൊക്കെ ഏർപ്പാടുമായി നടന്നവനാണെങ്കിലും, അതുവരെ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചവനാണെങ്കിലും പെട്ടെന്നൊരു വികാരം ഇങ്ങ് വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വികാരം. ആ വിളക്ക് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരെ ഞാൻ വെറുതെ വിടൂല എന്നോ ആവേശം അവന്റെ മനസ്സിൽ കത്തി. അവൻ അടർക്കളത്തിലേക്ക് ഇറങ്ങി. അതാ 5 മിനിറ്റ് കൊണ്ട് അവൻ ഷഹീദാവുകയാണെങ്കിൽ, ഇതിന്റെ മുമ്പ് 5 മിനിറ്റ് മുമ്പ് അയാൾ വളരെ മോശപ്പെട്ട തമ്മാടിയാണെങ്കിൽ പോലും ഇപ്പോൾ അയാള് ശുഹദാക്കളുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുകയാണ്. ഷഹീദ് എന്ന് പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് വേണമെങ്കിലാകാം. സിദ്ദീഖ് അങ്ങനെ ആകാൻ പറ്റിയ കേസല്ല. അത് പണിയെടുത്തിട്ടുണ്ടായതാണ്. ഒരുപാട് പണിയെടുത്തിട്ടുണ്ടായതാണ് സിദ്ദീഖ്. ഈമാനിന് നല്ല ശക്തി വേണം, അമലും ധാരാളം ചെയ്യുന്നുണ്ട്. സിദ്ദീഖീങ്ങളുടെ പവർ വളരെ വലുതാണ്. പിന്നെ ശുഹദാക്കളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വാലിഹീങ്ങൾ. സിദ്ദീഖിന്റെ പവറൊന്നുമില്ല, എന്നാ ഷഹീദുമല്ല. പിന്നെയോ ഈമാനുണ്ട്, നല്ല ഈമാനുണ്ട്. അമലു സാലിഹാത്തും ധാരാളം ചെയ്തിട്ടുണ്ട്. അമലു സാലിഹാത്തിന്റെ കൂട്ടത്തിൽ തന്നെ തിന്മകളും അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. പക്ഷേ നന്മകൾ മുമ്പിലാണ് എന്നുറപ്പുള്ളവർ ഇവരാണ് സ്വാലിഹീങ്ങൾ. വസ്സാലിഹീൻ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ ഒന്നാം ബാച്ചിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മുഖറബീങ്ങളാണോ നോക്കുമ്പോൾ ഒക്കെ മുഖറബീങ്ങളാ. എന്നാലോ അവസാന ബാച്ചിൽ നോക്കുമ്പോൾ ഒരു മുഖറബിനെ കാണണമെങ്കിൽ മഷിയിട്ട് തിരയണം, ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ചർച്ചയുടെ മർമ്മം, ആ മർമ്മമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. സുബ്ഹാന മൻ ജല്ല ജലാലു. എന്തായി പറഞ്ഞത്? ഒന്നാം ബാച്ചിൽ ധാരാളമുണ്ട്, പിൽക്കാലക്കാരിൽ അങ്കുലിപ്പരിമിതമായിരിക്കും. ആരും മുഖറബീങ്ങൾ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇന്ന് 100% മുത്തഖിയായ ഒരു മനുഷ്യനെ കാണാൻ നല്ലോണം പ്രയാസപ്പെടുന്നു തന്നെയാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. ഇത് പറയുമ്പോൾ നമുക്ക് വലിയ ഭയമുണ്ട്. പക്ഷേ പേടിക്കണ്ട. അള്ളാഹു ആ കൂട്ടത്തിലേക്ക് നമ്മളെ പെടുത്തി തന്ന ഭാഗ്യമാണ്. മുഖറബീങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തി തന്നാൽ. പക്ഷേ മുഖറബീങ്ങളുടെ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുകയോ ഇല്ല. അസ്ഹാബുൽ യമീനും സ്വർഗത്തിലേക്കാണ്. പക്ഷേ തട്ടിമുട്ടി സ്വർഗം കിട്ടുന്നവരാ അല്ലേ? ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നവരാ സ്വർഗത്തിലേക്ക്. ആ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കണം, നന്നായി അധ്വാനിക്കണം. നമ്മൾ നന്നായി പണിയെടുത്തെങ്കിലേ ആ 2ാം വിഭാഗത്തിൽ തന്നെ നമുക്ക് പെടാൻ പറ്റൂ. അസ്ഹാബുൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീന പറയുമ്പം ബേജാറുണ്ടെങ്കിൽ, ഇനി എന്റെ സുഹൃത്തുക്കളെ, ഈ അസ്ഹാബുൽ യമീനിനെ വിശദീകരിച്ചിട്ടല്ല പറയുന്നുണ്ട്.
വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മംദൂദ് വളില്ലിം മംദൂദ്. അങ്ങനെ പറഞ്ഞ് ഇങ്ങ് വരികയാണ്. സമയം കുറവാണ്, അതുകൊണ്ടാ പെട്ടെന്ന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നീങ്ങുന്നത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അസ്ഹാബുൽ യമീനിന്റെ സൗകര്യങ്ങൾ, അവരുടെ പ്രതിഫലങ്ങൾ, സ്വർഗം ഒക്കെ വിശദീകരിച്ചതിന്റെ ശേഷം അല്ലാഹ് പറയാണ്, സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. സ്വർഗത്തിലേക്ക് ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നവർ, തട്ടിമുട്ടി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർ, അവര് കുറച്ചല്ല കേട്ടോ. സുല്ലത്തും മിനൽ അവ്വലീൻ, ഒന്നാം ബാച്ചിലേക്ക് നോക്കിയാൽ ധാരാളം കാണാം. കാരണം മുഖറബീങ്ങൾ അസ്ഹാബുൽ യമീനിൽ പെടാതിരിക്കൂല, അസ്ഹാബുൽ യമീൻ മുഖറബീങ്ങളിൽ പെടൂല. അതാണല്ലോ സംഗതി. മുഖറബിന്റെ സ്ഥാനം അസ്ഹാബുൽ യമീനിന്റെ മുകളിലായതുകൊണ്ട് 10 ഉറുപ്പ്യ ഉള്ളവന്റെ കയ്യിൽ 8 ഉറുപ്പ്യ ഉണ്ട് എന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് എല്ലാവരും സുല്ലത്തും മിനൽ അവ്വലീൻ, കഷ്ടിച്ച് സ്വർഗം കിട്ടുന്നവർ ഒന്നാം ബാച്ചിൽ ധാരാളമുണ്ട്, എല്ലാവർക്കും കിട്ടും. ആരെങ്കിലുമൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ കിട്ടുന്നവരുണ്ടാവുള്ളൂ, അല്ലാത്തവർ അതിന്റെയും മുമ്പിലുള്ള മുഖറബായതുകൊണ്ട് അസ്ഹാബുൽ യമീനാണ്. അതേസമയം വസുല്ലത്തും മിനൽ ആഖിരീൻ, കഷ്ടിച്ച് സ്വർഗം കിട്ടുന്നവരെ പറ്റി പറയുമ്പോൾ അവരവസാന ബാച്ചിലും ധാരാളമുണ്ട്, ഒരു കൂട്ടം തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് ഞാൻ പറയാണ്, പ്രിയപ്പെട്ട മോമിനീങ്ങളെ ശ്രദ്ധിച്ചോ, കേട്ടോളൂ. വസുല്ലത്തും മിനൽ ആഖിരീൻ. ഞാൻ സൂറത്തുൽ വാഖിഅ ഓതുമ്പോഴൊക്കെ ഇത് മനസ്സറിഞ്ഞുകൊണ്ടാ പറയുന്നത്. നിങ്ങൾക്കും വേണം ഇത്തരം ഒരു വികാരം. ഈ ആയത്തോതുമ്പം അവിടെ ആത്മാർത്ഥമായി ഒരൽപ്പം സ്റ്റോപ്പ് ചെയ്ത് നിർത്തി, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചോനെ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. കാരണം ഒരു മുസ്ലിമിന് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരായത്താണ് സൂറത്തുൽ വാഖിയയിലെ ഈ രണ്ടാമത്തെ സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ കഴിഞ്ഞിട്ട് അസ്ഹാബുൽ യമീനെ പറ്റി ജസ്റ്റ് അഡ്മിഷൻ കിട്ടി സ്വർഗത്തിലേക്ക് പോകുന്നവരെ പറ്റി പറഞ്ഞ ആയത്ത് ഏത്? സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഒന്നാം ബാച്ചിൽ ഇഷ്ടം പോലെയുണ്ടെങ്കിൽ അവസാന ബാച്ചിലും ഇഷ്ടം പോലെയുണ്ട്. ആഖിർ സമാനിലും സ്വർഗത്തിലേക്ക് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താ ഈ കേൾക്കുന്നത്? ചിലപ്പോഴൊക്കെ അറിയാതെ അങ്ങനെ പറഞ്ഞു പോണാ. ചിലരൊക്കെ പറയും ഇക്കാലത്തൊന്നും സ്വർഗത്തിലേക്ക് ഒരാളും ഉണ്ടാവില്ലായിരിക്കും. മിണ്ടിപ്പോരുത്. ഖുർആനിന്റെ അധ്യാപനത്തിന് എല്ലാ അർത്ഥത്തിലും പച്ചയായി വിരുദ്ധമാണ് ആ പറയുന്ന ആശയം. ഖുർആൻ പഠിപ്പിച്ചതിന് എതിരാണ് ആശയം. വസുല്ലത്തും മിനൽ ആഖിരീൻ എന്ന് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നുമുണ്ട് സ്വർഗത്തിലേക്ക് ധാരാളം ആളുകൾ. നാളെ ഖിയാമത്ത് നാൾ നടക്കുന്നെങ്കിൽ അന്നും ഉണ്ടാകും സ്വർഗത്തിലേക്കാള്. സ്വർഗത്തിലേക്കാളില്ലാതെക്കൂല, സ്വർഗത്തിലേക്കാളുണ്ടാവും. പക്ഷെ അന്നൊക്കെ ഈമാൻ അങ്ങനെ കുറഞ്ഞ് അവസാനം അതിന്റെ ഒരു വളരെ മോശപ്പെട്ട അല്ലാ എന്ന് പറയുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷെ ആ ആള് സ്വർഗത്തിലേക്കാണ്. അവിടെയാ വിഷയം. ആ ആള് സ്വർഗത്തിലേക്കാണ്. അപ്പൊ ഏതാവട്ടെ, കഷ്ടിച്ച് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞ പരിപാടി ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അപ്പോൾ ഒരു വലിയ സദസ്സ്, ഈ സദസ്സിൽ 100 കണക്കിന് ആളുകൾ സംഗമിച്ചു. ഈ സദസ്സിനോട് ചേർന്നിരിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് ഈ സദസ്സിനോട് ചേർന്നിരിക്കുന്ന ആയിരങ്ങള്. കാരണം ഓൺലൈനിൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളേറെ ആളുകളാണ്. അവരും ഈ മജ്‌ലിസിലാണുള്ളത്. ശരീരം കൊണ്ട് അവർ ഒരുപാട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് ഒന്നാണല്ലോ. കാതുകൊണ്ട് മനസ്സുകൊണ്ട് അവരൊന്നാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നവരും കൂട്ടത്തിലുണ്ടാവും. നമ്മൾ അടുത്തിരിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഇതിലൊരൊറ്റയൊന്നും സ്വർഗത്തിലേക്കില്ലാന്നോ? ഞാൻ പറയുന്നത് ഇതിലും ധാരാളം ആളുകൾ സ്വർഗത്തിലേക്കുണ്ട്. കാരണം അല്ലാഹ് പറഞ്ഞു വസുല്ലത്തും മിനൽ ആഖിരീൻ.
ഇത്രയും കൂടുതൽ ആളുകൾ കൂടുമ്പം ഇതിലൊറ്റൊന്നും സ്വർഗത്തിക്കില്ല ഞാൻ പറ്റുമോ? ഒരുപാട് ആളുകൾ സംഗമിക്കുമ്പോൾ അതിൽ നല്ല ഒരു വിഭാഗം സ്വർഗത്തിലേക്കുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൂട്ടത്തിൽ നമ്മളെ മുഴുവനും പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മളെ മുഴുവനും പെടുത്തി തരട്ടെ. ഞാൻ പറയുന്നത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരായത്താണ്. പഠിച്ചോനെ, ഈ കാലത്തും സ്വർഗത്തിലേക്ക് ആളുണ്ടോ? അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ശരിക്ക് അത് ഓതുമ്പോ എന്നും അൽവാക്കയെ ഓതും വേണം. അവിടെ ഓതുമ്പോ ഒന്ന് മനസ്സറിഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞതുകൊണ്ട് അല്ലാഹു തആല പാലം കടത്തി തന്നാലോ? അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പടച്ചോനെ സലാത്ത് നൽകണേ അല്ലാ, സലാമത്തു നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഭാഗം അത്രയും, ഇന്ന് പറയാൻ വിചാരിച്ച ഭാഗം അത്രയുമാണ്. അത് ആദ്യം ഒന്നും ഇങ്ങോട്ട് അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. കാരണം പിന്നെ അഥവാ സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പ്രയോഗം സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്നതാണ്. അവിടെ വിശദീകരിക്കാം. സാബിഖൂന സാബിഖൂൻ, നന്മകളിലേക്ക് മുന്നേറുന്നവർ അവർ സ്വർഗത്തിലും മുമ്പിലാ. നന്മയിൽ മുൻ സഫിലുള്ളവർ, ഒന്നാം സഫിലുള്ളവർ, അവർ തിന്മയുടെ അവർ സ്വർഗം കിട്ടുന്ന പ്രതിഫലത്തിലും അവർ മുമ്പിലാണ്. സാബിഖൂന സാബിഖൂൻ. ഇനി ഇതിന് മഹാന്മാര് കൊടുത്ത മറ്റൊരർത്ഥമുണ്ട്. അതെന്താണെന്നറിയോ? വസാബിഖൂന സാബിഖൂൻ, മുന്നിലുള്ളവർ മുന്നിലുള്ളവർ തന്നെ. ശരിക്കും ശ്രദ്ധിച്ചോ, മുന്നിലുള്ളവർ മുന്നിലുള്ളവർ തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ ലഅനത്ത് ചെയ്യരുത്, പഴിക്കരുത്, കുറ്റപ്പെടുത്തരുത്. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായി മുത്തുനബി എണ്ണിയതാ. വലഅനത്ത് ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ആദ്യമുള്ളവർക്കൊന്നും തിരിയാത്തവരാണ്. ഇവിടെ നേരത്തെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കൊന്നും ലോകം തിരിയാത്തവരാണ്. ഞമ്മക്കിങ്ങ് തിരിയുന്നു, അവർക്കൊന്നും അറിയില്ല. ഒരിക്കലും തോന്നിപ്പോകാൻ പാടില്ല. വസാബിഖൂന സാബിഖൂൻ, ഒരു ദിവസം മുമ്പിലാണോ ജീവിച്ചത്, അതൊരു പവർ തന്നെയാണ്, അതൊരു പവർ തന്നെയാണ്, സംശയമില്ല. ഇതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇബ്നു മാലിക് തങ്ങൾ അവിടുത്തെ അൽഫിയയിൽ പറഞ്ഞത് കാണാം. ബഹുവാ ബിസബ്ഖിൻ ഹായിസുൻ തഫ്ളീലാ മുസ്തൗജിബുൻ സനാഇയൽ ജമീല. എന്റെ മുൻഗാമിയാണെന്ന നിലക്ക് ഏറെ മഹത്വങ്ങൾ കൈവശപ്പെടുത്തുന്നയാളും എന്റെ എല്ലാ കീർത്തനങ്ങൾക്കും അവകാശപ്പെട്ടയാളുമാണ്. ഞാൻ അദ്ദേഹത്തെ പ്രകീർത്തിക്കാതിരിക്കാൻ നിർവാഹമില്ല. കിതാബ് നോക്കുമ്പം ഇത് ഇബ്നു മുഅ്തിയുടെ അൽഫിയയേക്കാൾ ഞാൻ ഉണ്ടാക്കിയ കിതാബ് മുന്നിലാണ്. ഫഈഖതൻ അൽഫിയത ഇബ്നി മുഅ്തി എന്ന് പറഞ്ഞത് കാണാം. ഇബ്നു മുഅ്തിയെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ അൽഫിയേക്കാൾ എന്റെ കിതാബ് മുമ്പിലാണ്. പക്ഷേ ആള് സാബിഖാണെന്ന നിലക്ക് പവർ അദ്ദേഹത്തിന് തന്നെയാണ്, പവർ അദ്ദേഹത്തിന് തന്നെയാണ്. വസാബിഖൂന സാബിഖൂൻ. ചിലർക്കൊക്കെ ഉണ്ട് കുറച്ചൊക്കെ വർത്താനം പറയാൻ കഴിഞ്ഞാൽ, 4 വാക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൗതികമായ അറിവുകളൊക്കെ കുറച്ചുണ്ടാകുമ്പം മതപരമായിട്ടും അവനറിയാമെങ്കിൽ മുമ്പ് അല്ലെങ്കിൽ അവനടക്കം ഓതിക്കൊടുത്ത ഉസ്താദുമാരൊന്നും തിരിയാത്തവരാണെന്നൊരു ചിന്തയിലേക്ക് അവനങ്ങോട്ട് വരും. അരുത്, അരുത്. വസാബിഖൂന സാബിഖൂൻ സംഘടനാ പ്രവർത്തനത്തിലുമുണ്ട്. ഏത് മുമ്പൊക്കെ ഉള്ളവർക്ക് അത്ര ശാസ്ത്രീയതൊന്നും അറിയില്ലായിരുന്നു. നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് പിൽക്കാലക്കാർക്ക് തോന്നരുത്. മുമ്പുള്ളവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ തോന്നിപ്പോകരുത്. കാലോചിതമായി മാറ്റങ്ങളാവാം, സംഘടനയെ നമുക്ക് ഉഷാറാക്കാം. പക്ഷെ കഴിഞ്ഞവരെ കുറ്റപ്പെടുത്തിയിട്ട് വേണ്ട നമുക്ക് ഉഷാറാവാൻ. അതൊരു പാടാണ്. കഴിഞ്ഞവരെ കുറ്റപ്പെടുത്തിയിട്ട് വേണ്ട നമുക്ക് ഉഷാറാവാൻ. കാരണം അവർ ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാ. നമ്മളോ പ്രസ്ഥാനം സ്റ്റാൻഡിങ്ങിലെത്തിയതിന്റെ ശേഷം, അല്ലേ, അത് സ്റ്റാൻഡിങ്ങിലെത്തിയതിന്റെ ശേഷം അതിന്റെ ഒപ്പം നിന്ന് മുന്നോട്ട് പോകുന്നവരാണ്. മാറ്റമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, മക്കം ഫതഹിന്റെ മുമ്പ് ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്തവരും അതിനുശേഷം ചെയ്തവരും ഒരുപോലെയല്ല. സൂറത്തുൽ ഹദീദിൽ കാണാം. മക്കം ഫതഹിന്റെ മുമ്പ് ചെലവാക്കിയവരും ശേഷം ചെലവാക്കിയവരും ഒരുപോലെയല്ല.
അന്ന് 10 പൈസ കൊടുത്തവൻ അവന്റെ പ്രതിഫലം ഇന്ന് 10 ലക്ഷം കൊടുത്തവന് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും. കാരണം അവർ ഈ ദീനിനെ നിലനിർത്താനാണ് അന്ന് 10 പൈസ കൊടുത്തത്. നമ്മൾ നിലനിൽക്കുന്ന ദീനിന് നമ്മൾ കൊടുത്തില്ലെങ്കിലും ദീൻ ഇവിടെ റെഡിയാ, അതിവിടെ നിലനിന്നിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയല്ല കൊടുക്കുന്നത്, കൊടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെടാനാ കൊടുക്കുന്നത്. നല്ല മാറ്റമുണ്ട്. വസ്സാബിഖൂന സാബിഖൂൻ. ശരിക്കും ബഹുമാനാണ് വേണ്ടത്. മുൻഗാമികളോട് ബഹുമാനം വേണം, മതിപ്പ് വേണം, കൂറ് വേണം. ഞാൻ പറഞ്ഞത് ഇന്ന് ഭൗതികമായിട്ട് നമ്മൾ പുരോഗമിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന എല്ലാ സ്ഥലങ്ങളിലുണ്ട്. ഉസ്താദുമാരും സംഘടനകളും ഒക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അവർക്ക് വേഗം നന്നാകാൻ പറ്റുന്നവരാണല്ലോ. അപ്പൊ അതുകൊണ്ടൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സംഘടനയൊക്കെ ഇപ്പോൾ വളർന്ന് എവിടെ എത്തി? നമ്മുടെ സംഘടന ആർക്കും അസൂയ തോന്നും വിധം വളർന്നിട്ടുണ്ട്. എല്ലാ ഗുണങ്ങളും അടുക്കും ചിട്ടയുമുള്ള സംഘടനയായി മാറിയിട്ടുണ്ട്. അത് നേതൃത്വം നൽകുന്നവരുടെ ബുദ്ധി കൊണ്ട് തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അവർക്കൊരിക്കലും അത് തോന്നിപ്പോകാൻ പാടില്ല. കാരണം എന്താ? അവർക്കത് തോന്നിയിട്ട് മുമ്പുള്ളവർ മോശക്കാരാന്ന് തോന്നാൻ പാടില്ല. മുമ്പുള്ളവർ മോശക്കാരാണ് എന്ന ഒരു തോന്നൽ ഒരിക്കലും വരാൻ പാടില്ല. വസാബിഖൂന സാബിഖൂൻ, ഒന്നാം ബാച്ച് തന്നെയാണ്. വസാബിഖൂന സാബിഖൂൻ, ഒന്നാം ബാച്ച് തന്നെയാണ്. അതിനേതായാലും ഇതൊന്നും നോക്കൂല. എന്താണ് അവരുടെയൊക്കെ ആ വർത്തമാനങ്ങൾക്ക് എന്തൊരു ഖനായിരുന്നു അല്ലേ? നല്ല ഖനമായിരുന്നു, നല്ല വെയിറ്റുള്ള സംസാരമായിരുന്നു അവർ നടത്തിയിരുന്നത്. നമ്മളെപ്പോലെ വില കുറഞ്ഞതല്ല. മാത്രമല്ല അതിന് പലതരത്തിലുള്ള തിളക്കങ്ങളും ഉണ്ട്. ഞാൻ അതിലേക്ക് പോവല്ല, സമയം ദീർഘിച്ചു പോകും. വസ്സാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂൻ. വസ്സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞ ഈ മുഖറബീങ്ങളുടെ ലിസ്റ്റിൽ നമുക്ക് പെടണമെങ്കിൽ കുറച്ച് പ്രയാസം. മുഖറബീങ്ങളുടെ ലിസ്റ്റിൽ പെടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറച്ച് പ്രയാസാണ്. കാരണം എന്താ? അവരെല്ലാം നന്മയിലും മുമ്പിലുണ്ടാവും. ഇപ്പൊ മുഖറബീങ്ങളുടെ നേതാവ്, ഞാനിപ്പോ ഈ കൂട്ടത്ത് പറയാം, സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ, ഉമ്മത്ത് മുഹമ്മദിയയിലെ ഏറ്റവും വലിയ മുഖറബാരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താ? സയ്യിദന അബൂബക്കർ സിദ്ദീഖ് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സയ്യിദന അബൂബക്കർ സിദ്ദീഖ്. നന്മയിൽ മുന്നേറുന്നവർ എല്ലായിടത്തും മുന്നിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ സംഭവം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കുക. അത് മാത്രം മതി അബൂബക്കർ സിദ്ദീഖിനെ പറ്റി ഇപ്പറഞ്ഞത് ശരിയാന്ന് നമ്മൾ എസ് വെക്കാൻ സമ്മതിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇതുപോലെ ഒരു സദസ്സ്, മുത്തുനബി ആ സദസ്സിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ. ഇന്ന് ഈ കൂട്ടത്തിൽ നോമ്പനുഷ്ഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം റമദാൻ മാസത്തിലാവുമോ? ഇല്ല. റമദാൻ മാസത്തിൽ ചോദിച്ചാൽ എല്ലാവരും എണീക്കൂലേ? നമ്മളോട് ഇപ്പൊ റമദാൻ മാസത്ത് ചോദിച്ചാലും എണീക്കാത്തോലുണ്ടാവും അല്ലേ? സ്വഹാബത്തിന്റെ സദസ്സിൽ ഉണ്ടാവില്ലല്ലോ. റമദാൻ മാസത്തിലാണെങ്കിൽ എല്ലാവരും എണീക്കുമല്ലോ. ബലപ്പെട്ട സുന്നത്ത് നോമ്പുകളുള്ള ദിവസത്തിലും ആവുമോ? എന്നിട്ട് ആ സദസ്സിൽ ചോദിച്ചിട്ട് ഒരാൾ മാത്രമേ എണീറ്റിരിക്കാനുണ്ടായുള്ളൂ. അപ്പൊ അതുമല്ല, സുന്നത്ത് നോമ്പ് ഒരു ദിവസം, സുന്നത്ത് നോമ്പ് നോക്കാവുന്ന ഒരു ദിവസം, നോൽക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ. ഇന്ന് പ്രത്യേക സുന്നത്ത് നോമ്പുകളൊന്നുമില്ല, മുതലക്കായ സുന്നത്ത് നോമ്പ്. ഇന്ന് നേരം വെളുക്കുമ്പോൾ നോമ്പോടുകൂടെ നേരം വെളുത്തവരാരാ ഉള്ളത്? ഇന്ന് നേരം വെളുക്കുമ്പോൾ നോമ്പുള്ളവരാരാ? ഒറ്റ കുട്ടി എഴുന്നേൽക്കുന്നില്ല. അപ്രതീക്ഷിതമാണ് ഈ ചോദ്യം, അപ്രതീക്ഷിതമാണ്. സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റു. ആരാ എഴുന്നേറ്റത്? ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ്. അന്ന് ഖലീഫയായിട്ടില്ല, ഖലീഫയാകുന്നത് പിൽക്കാലത്താ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്,
നബിയെ, പാവം സിദ്ദീഖ് ഇന്ന് സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. നബി ചോദിച്ചില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ, എനിക്ക് നോമ്പുണ്ട്. നബി പറഞ്ഞു, ഇരിക്കൂ സിദ്ദീഖ്, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചു, വമൻ ആദ മിൻകുമുൽ യൗമ മരീദാ, വമൻ ആദ മിൻകുൽ യൗമ മരീദാ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഒരു രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? ഒരു രോഗിയെ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? രോഗിയെ സന്ദർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൂലിയുള്ള കാര്യമാണ്. രോഗിയുടെ തെക്കമ്പുറത്ത് പോയിരുന്ന് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അയാൾക്ക് ശിഫ കൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്ത് സമാധാന വാക്കുകൾ പറഞ്ഞ് അയാളുടെ അടുത്ത് ഇരിക്കുന്ന കാലത്തോളം അവൻ സ്വർഗ പൂന്തോപ്പിലാണ് ഇരിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി. അത്രയും കൂലിയാ, അത്രയും കൂലിയാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ചിന്തിക്കണം. ചെറിയ കൂലിയല്ല, വലിയ കൂലിയാ തരുന്നത്. അപ്പൊ ഈ രോഗ സന്ദർശനം, ഞാൻ അതൊന്നും വിശദീകരിക്കാൻ നമുക്ക് ഇന്നൊരു ദിവസം വയലു പറയാൻ ആ 4-5 കാര്യം മതി. പക്ഷെ വിശദീകരണമല്ല, ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പറയുന്നത്. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുഹർ നിസ്കരിക്കും പോലെ, അസ്ർ നിസ്കരിക്കും പോലെ, സുബഹി നിസ്കരിക്കും പോലെ കിട്ടുന്ന കാര്യമല്ല. ആണോ? രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കേസാ. എന്ന് പറഞ്ഞാൽ ഹബീബ് ഇവിടെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപൂർവ സുഹൃതങ്ങളാണ്. എപ്പോഴും ചെയ്യാൻ പറ്റുന്നതല്ല. അപൂർവമായി ഒരു മനുഷ്യന് ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന സുഹൃതങ്ങളെ കുറിച്ച് നബി തങ്ങൾ ചോദിക്കുക. വമൻ ആദ മിൻകുമുൽ യൗമ മരീദാ, ഇന്ന് രോഗിയെ കണ്ടവരാരെങ്കിലുമുണ്ടോ? സന്ദർശിച്ചവരാരെങ്കിലുമുണ്ടോ? ആരും എഴുന്നേൽക്കുന്നില്ല. ഫഖാമ റളിയല്ലാഹു അൻഹു വഖാല അന യാ റസൂലല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ തന്നെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നബിയെ, ഞാനുണ്ട്. രണ്ടാമത്തതിനും യെസ് എന്ന ആൻസർ പറയാൻ കഴിയുന്ന മാത്രോ സിദ്ദീഖ്. നബി തങ്ങൾ പറഞ്ഞു, ഇരിക്കുക അവിടെ. മൂന്നാമത്തത് നബി തങ്ങൾ ചോദിക്കുകയാണ്, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് മരിച്ച മയ്യത്തിനെ അനുഗമിച്ച, മയ്യത്തിന്റെ കൂടെ പോയ ആരെങ്കിലുമുണ്ടോ? മയ്യത്തെടുത്തിട്ട് മയ്യത്തിന്റെ ഒപ്പം ഇങ്ങനെ പോയി മയ്യത്തിന്റെ അനന്തരകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലിയുള്ള കാര്യമാണ്. നിസ്കരിച്ചിങ്ങോട്ട് പോന്നാ പകുതി കൂലിയെ കിട്ടുള്ളൂ. ഖബറടക്ക ചടങ്ങിനും കൂടെ പങ്കെടുത്ത മുഴുവൻ കൂലിയും കിട്ടും. അപ്പൊ ഏതാവട്ടെ, ഇന്ന് മരണാനന്തര ക്രിയകളിൽ പങ്കെടുത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ആരും മിണ്ടുന്നില്ല, ആരും അനങ്ങുന്നില്ല. സിദ്ദീഖ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. അത്ഭുതമില്ലേ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ? ആ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടിട്ട് ആ മനുഷ്യനെ കുളിപ്പിച്ചത് സിദ്ദീഖ്, കഫൻ ചെയ്തത് സിദ്ദീഖ്, ഏറ്റിയത് സിദ്ദീഖ് മാത്രം, ഖബർ കുഴിച്ചത് സിദ്ദീഖ് മാത്രം, ഖബറിലേക്ക് ഇറക്കിയത് സിദ്ദീഖ് മാത്രം, നിസ്കരിച്ചത് സിദ്ദീഖ് മാത്രം. അങ്ങനെ ഉണ്ടാവുമോ? എന്താ ഈ പറയുന്നത്? വേറൊരാളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ സിദ്ദീഖ് മാത്രം പറയുമ്പം എന്താണ് ഇതിന്റെ അർത്ഥം? ഇതെന്തായാലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞതിനെ ഒന്നും കൂടെ വിശാലാർത്ഥത്തിൽ വായിക്കണം. മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ എന്നും എത്തിപ്പെടുന്ന മഹാന്മാരായ സ്വഹാബ കിറാം, അവർക്കൊന്നും എത്തിപ്പെടാനാവാത്ത വിധം അങ്ങ് ദൂര ദിക്കിലെവിടെയോ മരണപ്പെട്ട ഒരു മനുഷ്യൻ, ഇവർക്കൊന്നും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പരിസരത്തുള്ളവരെ അവിടെ കൂടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങ് അകലെ ദിക്കില് എവിടെയോ ഒരു വലിയ കോണിൽ, ഏതോ ഒരു കോണിൽ മരണപ്പെട്ടു പോയ മനുഷ്യൻ, അവിടെ ഉള്ളവർ കൂടിയിട്ട് അദ്ദേഹം മരണപ്പെട്ട ഒരു മൂലയിൽ മരണപ്പെട്ട ആ മയ്യത്തിന്റെ അനന്തര കർമ്മങ്ങളിലും ഈ ഉമ്മത്തിലെ 1-ാം മെമ്പർ പങ്കെടുത്തിരിക്കുന്നു. അതാണ് അന യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വായിക്കണം, അങ്ങനെ മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, വീണ്ടും പറയുന്നു റസൂലുള്ളാഹി, ഇരിക്കൂ സിദ്ദീഖ്, ഇരിക്കൂ സിദ്ദീഖ്. ഞാൻ 4-ാമത്തെ കാര്യം ചോദിക്കട്ടെ. മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ
വമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന. ഇന്ന് വെളുത്തിട്ട് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ മഹാഭാഗ്യം കിട്ടിയ, ഇന്ന് വെളുത്തിട്ട് ഇന്നത്തെ ദിവസം ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കാൻ തൗഫീഖ് കിട്ടിയ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോന്ന് ചോദിച്ചു. ആരും അനങ്ങിയില്ല, മിണ്ടിയില്ല. അബൂബക്കർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, നബിയെ തങ്ങളെ ഞാനുണ്ട്. അള്ളാഹു എനിക്ക് അവസരം തന്നിരിക്കുന്നു തങ്ങളെ, അള്ളാഹു എനിക്കതിന് അവസരം തന്നിരിക്കുന്നു തങ്ങളെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, എന്താ സുഹൃത്തെ ഈ കേൾക്കുന്നത്? അപൂർവമായ 4 സുഹൃതങ്ങൾ, അമലുസ്സാലിഹാത്തുകളെ കുറിച്ച് മുത്തുനബി ഇന്നത് ചെയ്തവരാരാ ഉള്ളതെന്ന് ചോദിക്കുമ്പം എല്ലാറ്റിനും അനുകൂലമായി പ്രതികരിക്കാൻ കഴിഞ്ഞത് സദസ്സിൽ ഒരൊറ്റയാൾക്ക്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്ത്? മജ്തമഅന ഫിംറിഇൻ ഇല്ലാ വഖദ് ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അയാള് സ്വർഗത്തിൽ കടക്കാതിരിക്കാൻ നിർവാഹമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ വളരെ അപൂർവമായി ലഭിക്കുന്ന 4 അവസരങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് അത് 4ഉം ഒരു സൂര്യോദയത്തില് ഒപ്പിക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ ആരുണ്ടോ? ഉണ്ടോ? സിദ്ദീഖ് സ്വർഗത്തിലാന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. മജ്തമഅന ഫിംറിഇൻ, ഏതു മനുഷ്യനിൽ ഒരു ദിവസം ഈ 4 കാര്യങ്ങളും കൂടെ കൂടുന്നുവെങ്കിൽ ഇല്ല വഖദ് ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടക്കാതിരിക്കാൻ വയ്യ. കടന്നേ പറ്റൂ, കടക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി കടന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ചോദിക്കുമ്പോൾ ആ 4 ചോദ്യത്തിനും യെസ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മനുഷ്യന്റെ ഷുഗല് അമലുസ്സാലിഹാത്തിന് എവിടെ അവസരം എന്ന് നോക്കി നടക്കലാവണം. അവർക്കേത് കിട്ടുള്ളൂ. വസാബിഖൂന സാബിഖൂൻ, വസാബിഖൂന സാബിഖൂൻ. അല്ലാത്തവർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് പല മഹാന്മാരും ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപക്ഷെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം. ബഹുമാനപ്പെട്ട കാരക്കുന്ന് മുഹമ്മദ് ഉസ്താദ് നമ്മുടെ മുശാവറ മെമ്പറായിരുന്നു. പക്ഷെ ഞാനത് പറയുമ്പോൾ ഒരാവർത്തനം അതിൽ വന്നാലും ആ ആവർത്തനത്തെക്കാളധികം ഫലം അതുകൊണ്ടുണ്ട്. മനസ്സിനെ ചിന്തിപ്പിക്കും. ഉസ്താദിന്റെ അടുത്ത് ഓതുന്ന ഒരു കുട്ടിയുടെ വാപ്പ മരണപ്പെട്ടു. അവിടെ പോയി ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു പോന്നില്ല. ഖബറടക്ക ചടങ്ങിനും കൂടി, മരണാനന്തര ക്രിയകളിലൊക്കെ കൂടി തിരിച്ചു വരികയാണ്. ഒരു വ്യാഴാഴ്ചയാണ്. ഉസ്താദിന് അന്ന് സുന്നത്ത് നോമ്പുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉസ്താദ് സുന്നത്ത് നോമ്പ് പോലുക്കായിരുന്നു. കാരക്കുന്ന് മുഹമ്മദ് ഉസ്താദ് നമ്മുടെ മുഷാവറ മെമ്പറായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തു? ഒരു വ്യാഴാഴ്ചയാണ്, സുന്നത്ത് നോമ്പുണ്ട്. അന്ന് മരിച്ചോടത്ത് പോയി. തിരിച്ചു വരുമ്പോൾ ഒപ്പമുള്ള കുട്ടിയോട് പറഞ്ഞത്രേ, എനിക്ക് കോളേജിലൊന്ന് ഇറങ്ങണം, നമുക്ക് ഇവിടെ കോളേജിലൊന്ന് ഇറങ്ങിയിട്ട് പോകാം. അപ്പൊ കുട്ടി വിചാരിച്ചു കോളേജിൽ ആരോ ബന്ധുക്കളുണ്ടാവും, ഉസ്താദിന്റെ ബന്ധുക്കൾ ആരോ രോഗികളായിട്ടുണ്ടാകും, സന്ദർശിക്കാൻ പോവായിരിക്കും. അവിടെ ഇറങ്ങി ക്യാൻസർ വാർഡിലൊന്ന് കയറി. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വളരെ കുഴങ്ങിയ രോഗികളുള്ളിടത്തൊക്കെ കയറിയിട്ട് അവരോടൊക്കെ ഓരോരുത്തരോടും വിവരങ്ങൾ അന്വേഷിച്ച് സമാധാന വാക്ക് വേണ്ടവർക്ക് അത് പറഞ്ഞു കൊടുത്തു, മന്ത്രിച്ചു കൊടുക്കേണ്ടവർക്ക് അത് കൊടുത്തു, ദുആ ചെയ്യേണ്ടവർക്ക് അത് കൊടുത്തു. അങ്ങനെ വർത്താനമൊക്കെ ചോദിച്ചിങ്ങനെ ഇറങ്ങി വരുമ്പം ഹോസ്പിറ്റലിന്റെ മുറ്റത്തുണ്ട് ഒരു മനുഷ്യൻ, പാവം ഒരു മനുഷ്യൻ, വികൃതമായ രൂപം, ഒരുപാട് വൈകല്യങ്ങളുള്ള മനുഷ്യൻ. അയാള് കഞ്ഞി കുടിക്കാൻ പൈസ തരുമെന്ന് വെച്ചു. ഉസ്താദ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി സ്വകാര്യമായിട്ട് ഒരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് 10 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. 10 രൂപ കൊടുക്കാറിനെ എന്നാന്ന് ചിന്തിക്കണം കേട്ടോ. ഞാനിപ്പോ ഈ പറയുന്നതുമായിട്ടൊരു 40 കൊല്ലം മുമ്പ് അപ്പുറത്തുള്ള കഥയായി പറയുന്നത്. ഇതെന്നോട് പറഞ്ഞ ശിഷ്യൻ എന്നൊരു 60 വയസ്സോളം പ്രായം ഉണ്ടാവും, ഉസ്താദിന്റെ ശിഷ്യന്. അപ്പൊ പറയാം, ഒരു 10-40 കൊല്ലം മുമ്പുള്ള ഒരു അനുഭവമാണ് ഈ പറയുന്നത്. അന്ന് 10 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവമാണ്.
നമ്മളൊരു 1000 ഉറുപ്പ്യ എടുത്ത് കൊടുക്കുന്നതിനേക്കാൾ വലുതാണ്. 10 ഉറുപ്പ്യ എടുത്തിട്ട് ഈ സാധുവിന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ വീട്ടിലുള്ളവർക്ക് സുഭിക്ഷമായി ഇതുകൊണ്ട് ആഹാരം കൊടുക്കണം. കരഞ്ഞു, കണ്ണിന്ന് വെള്ളം അങ്ങോട്ട് ഒഴുകി, നിറഞ്ഞൊഴുകി. അപ്പൊ തന്നെ കൈമലർത്തി ദുആ ചെയ്തു ഉസ്താദ് ഇങ്ങ് പോന്നു. പോരുമ്പോ ഈ കുട്ടി കുറെ സംഗതികളാണല്ലോ ഒന്ന് കണ്ടത്. കുട്ടി ചോദിച്ചു, എന്തേ ഉസ്താദെ, ആരാ അവിടെ? ഞാൻ ആരോ ബന്ധുക്കളുണ്ടെന്ന് കരുതി. ഉസ്താദിന് പ്രത്യേക ബന്ധുക്കളൊന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ നിന്നൊരിക്കൽ 4 കാര്യങ്ങൾ ചോദിച്ചപ്പം അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് സിദ്ദീഖ് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ വഖദ് ദഖലൽ ജന്ന. ഈ 4 കാര്യം ആരിൽ ഒരുമിച്ച് കൂടിയാലോ അയാൾ സ്വർഗത്തിൽ കടക്കും. അപ്പൊ ആ 4 ഒത്തുകൂടുന്ന ദിവസങ്ങൾ പലപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്ന്. എന്ന് പറഞ്ഞാൽ നോമ്പുള്ള ദിവസം ഒരാൾ മരിച്ചിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ഒപ്പിക്കാം അല്ലെ. സുന്നത്ത് നോമ്പ് നോമ്പുണ്ടാക്കാൻ പിന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതല്ലല്ലോ. സുന്നത്ത് നോമ്പുള്ള ദിവസം ഒരാൾ മരിച്ചു കിട്ടിയാൽ, അയാളുടെ മരണാനന്തര ക്രിയയെ പങ്കെടുത്താൽ പിന്നുള്ളത് എന്താ? ഒരു രോഗിയെ സന്ദർശിക്കാൻ. അതിനൊരു പ്രയാസമില്ല. അയൽപക്കത്തന്നെ ഉണ്ടാവും 2 മാസമായിട്ടുണ്ടാവും കിടപ്പില. നമ്മളാ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നോക്കിയിട്ടുണ്ടാവില്ല. ഒന്ന് പോവുക അല്ലേ. നമ്മളൊരു കുറവ് നോക്ക് നിങ്ങൾ. സ്വന്തം അയൽപക്കത്തുള്ളവൻ രോഗിയാണെങ്കിൽ നമ്മളവിടെ കയറിയിട്ടില്ല, വിവരറിഞ്ഞിട്ടില്ല, പോരായ്മ തന്നെയല്ലേ. അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ഏതാവട്ടെ, അവിടെ നിന്ന് കയറിയാൽ ആ വിഷയം പരിഹരിച്ചു. അല്ലെങ്കിൽ എവിടെയും രോഗികളെ കിട്ടുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ കിട്ടും. ഇപ്പൊ ഈ ചെയ്തതുപോലെ ഹോസ്പിറ്റലിൽ പോയാൽ എന്തായാലും രോഗികളെ കാണാം. അവർ സമാധാന വാക്കുകൾ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുക. നമ്മൾ ആരെങ്കിലും ബന്ധുക്കളെ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ പോയാൽ അവർക്കൊന്ന് മന്ത്രി ചോദി കൊടുത്താൽ അപ്പുറത്തുന്ന ബെഡിൽ നിന്ന് വിളിക്കുക, ഉസ്താദെ ഒന്ന് വന്ന് എന്നെ ഊതണം. അപ്പോ രോഗികൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമാധാന വാക്ക്, ഒരു സാന്ത്വന വാക്ക്. അൽഹംദുലില്ലാഹ്, ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ കേട്ടു രോഗികൾക്ക് നൽകുന്ന സാന്ത്വനത്തെക്കുറിച്ച്. SYS വളണ്ടിയേഴ്സ്, സാന്ത്വന വളണ്ടിയേഴ്സ് എല്ലാ ഹോസ്പിറ്റലുകളും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുക. എന്തൊരു സന്തോഷം അത് കാണുമ്പോൾ. അവർക്കൊക്കെ കിട്ടുന്ന കൂലി ചെറുതാണോ? അവിടേക്കുള്ള ഡോക്ടർമാർ പറയുന്നു, നിങ്ങളെപ്പോലെ ഈ സേവനം ചെയ്യുന്നവരാരുമില്ല. അല്ലാത്തവരൊക്കെ പോലെ പാർട്ടി വലുതാക്കാൻ ചെയ്യാം. നിങ്ങൾ അങ്ങനെയല്ല, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന്റെ തെളിവാണ് എന്ത് ഭാരമുള്ളത് ഏറ്റെടുക്കുന്നത്. എന്ത് ഭാരമുള്ളത് ഏറ്റെടുക്കുകയാണ്. കാരണം പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട് നമുക്ക്. മറ്റേത് മനുഷ്യൻ കാണുമ്പോൾ മാത്രം ചെയ്താൽ മതിയാകും, സ്റ്റേജുകളിൽ മാത്രം മതിയാകും. പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടണം എന്നാകുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചോ. രോഗിയെ സന്ദർശിക്കാനും നടക്കും. പിന്നെ ഒരു സാധുവിന് പൈസ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും അതും കഴിയും. വേണമെങ്കിൽ അരി തന്നെ വാങ്ങിക്കൊടുത്തൂടെ? നമ്മൾ അറിയുന്ന എത്ര പാവങ്ങളുണ്ട്. ഒരു ചാക്ക് അരിയാണ് കിട്ടിയാൽ നിറഞ്ഞ കണ്ണോടുകൂടെ അത് സ്വീകരിക്കുന്ന എത്ര പാവങ്ങളുണ്ട്. നമുക്ക് കൊടുത്തൂടെ? കൊടുക്കാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള ദിവസങ്ങൾ ഉണ്ടാക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് പറയാനാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വെറുതെ കിട്ടിയതല്ല മുഖറബീങ്ങളിലെ 1-ാം സ്ഥാനം. പണിയെടുത്തിട്ട് കിട്ടിയതാ അല്ലെ, പണിയെടുത്തിട്ട് കിട്ടിയതാ, വെറുതെ കിട്ടിയതല്ല. പിന്നെ ഈമാനിന്റെ പവർ പറയേണ്ടതുമില്ലല്ലോ. ഈമാൻ കൊണ്ടാണ് സിദ്ദീഖ് എല്ലാവരെയും തോൽപ്പിച്ചത്. ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള ഭാഗ്യം സിദ്ദീഖിന് കിട്ടിയതും അതുകൊണ്ടായിരിക്കാം, ഈമാൻ കൊണ്ടായിരിക്കും. നമ്മൾ ഖുർആൻ ഓതിയ കണക്ക് പരിശോധിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അത്ര ഖുർആൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഷറഫിൽ മുമ്പിൽ സിദ്ദീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ സബഖക്കും അബൂബക്കർ ബികസറത്തി സിയാമിൻ വലാ സ്വലാ. അബൂബക്കർ നിങ്ങളെ തോൽപ്പിച്ചത് കൂടുതൽ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും നിങ്ങളെ തോൽപ്പിച്ചത്. ഒരുപാട് നിസ്കാരങ്ങളും നോമ്പ് നിങ്ങളെക്കാളുണ്ട് എന്നതുകൊണ്ടല്ല, അത് പലപ്പോഴും നിങ്ങളെപ്പോലെ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളിലും താഴെയായിരിക്കാം ഉണ്ട്. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ ഖുർആൻ ഓതിയ മറ്റൊരാൾ എതിരില്ല. അൽ ഖുലഫ കാണാൻ കഴിയുന്നില്ല. ഒരാഴ്ചയിൽ ഒരു ഖത്മായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഏത് തിരക്കുണ്ടെങ്കിലും ഒരാഴ്ചയിൽ ഖത്മായിരുന്നു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ ഓതിയത് അങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേത് അപ്പുറത്ത്. എന്നാലും എന്തേ കാരണം?
നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും അത്തരം ഇബാദത്തുകളെ കൊണ്ടല്ല സിദ്ദീഖ് നിങ്ങളെ തോൽപ്പിച്ചത്. വലാകിൻ, ബഹുമാനപ്പെട്ട റസൂലുള്ള പറയാണ്, മറിച്ച് നിങ്ങളെ സിദ്ദീഖ് തോൽപ്പിച്ചിട്ടുള്ളത് ബിശൈഇൻ നുഖിറ ഫീ ഖൽബിഹി, സിദ്ദീഖിന്റെ കൽബിൽ കൊത്തിവെച്ച ഒരു സംഗതി കൊണ്ടാണ് കേട്ടോ തോൽപ്പിച്ചു കളഞ്ഞത്. അതേതാണ്? ഈമാനാണ്. അത് ഈമാനാണ്. ആരെയും തോൽപ്പിക്കുന്ന ഈമാൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഖറബീങ്ങളുടെ ഒന്നാം ലിസ്റ്റിലേക്ക് വരാൻ കാരണം. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തൊരു ഈമാനായിരുന്നു, എന്തൊരു ഈമാനായിരുന്നു. ഒരുപാട് പറയേണ്ടതാണ്. ഹുദൈബിയ സന്ധി മാത്രം എടുത്തു നോക്കിയാൽ, ഹുദൈബിയ സന്ധി മാത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയല്ലേ. ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി ഒപ്പുവെക്കാൻ പോവാണ്. പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റാത്ത തീരുമാനങ്ങൾ ശത്രുക്കൾക്ക് അനുകൂലാണ്, മുസ്ലിങ്ങൾക്ക് പ്രതികൂലാണ്. പ്രത്യക്ഷത്തിൽ അത് ബോധപൂർവം പറഞ്ഞതാ. കാരണം ഉള്ളിലേക്ക് ഇറങ്ങി ആലോചിച്ചാൽ അത് മുസ്ലിമീങ്ങൾക്ക് അനുകൂലാണ്. പക്ഷെ അത് നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് തിരിയൂല. റസൂലുള്ളാഹിക്ക് തിരിയും, റസൂലുള്ളാഹിക്ക് അത് തിരിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഒപ്പിടാൻ തയ്യാറാകുന്നത്. അവര് പറയാണ്, ഒരു കൊല്ലക്കാലാണ് നമ്മളുടെ ഇടയിലുള്ള ഈ സന്ധിയുടെ കാലഘട്ടം. ഇതിന്റെ ഇടയിൽ നിങ്ങളെ കൂട്ടത്തിന് ഒരാൾ ഞങ്ങളിലേക്ക് വന്നാൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുതരൂല. ഞങ്ങളെ കൂട്ടത്തിന് ഒരാൾ നിങ്ങളെ അടുത്തേക്ക് വന്ന് മൂമിനാകുകയാണ്, മുസ്ലിം ആകുകയാണ്, നിങ്ങളെ പാർട്ടി ചേരുകയാണെങ്കിൽ അയാളെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരും വേണം. ഞങ്ങൾക്കൊന്ന് ഗുണദോഷിച്ചു നോക്കാനാ, എന്നിട്ട് നന്നാകുന്നില്ലെങ്കിൽ പിടിച്ചു കൊല്ലാന്. ഇതിനൊക്കെയാണ് ഇപ്പൊ ഈ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങളെ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നാൽ കൈമാറണം. ഞങ്ങളിൽ നിന്ന് ചാടിപ്പോന്നവനെ തിരിച്ചു തരണം. നിങ്ങളിൽ നിന്നൊരാൾ ഞങ്ങളിലേക്ക് വന്നാൽ തിരിച്ചു തരൂല്ല. ഇതെവിടത്തെ നീതിയാ? ഇതെവിടത്തെ നീതിയാ? എങ്ങനെയാണ് ഇതില് ഒപ്പുവെക്കാൻ കഴിയുക? എഴുതി ഒപ്പിടാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെക്കാം എന്ന് പറഞ്ഞു. എഴുതിക്കോ, ഒപ്പിടാന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ അസ്വസ്ഥരാകുകയാണ്. ആ കൂട്ടത്തിൽ വല്ലാതെ അസ്വസ്ഥനായ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. കിടന്നിട്ട് ഇങ്ങനെ പതക്കുക. പടച്ചോനെ, എന്തൊരു തീരുമാനമാണിത്. റസൂലുള്ളാഹി തീരുമാനിക്കുന്നത് തെറ്റാണെന്നുള്ള നിലക്കല്ല, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അള്ളാന്റെ റസൂൽ എന്തിനാണ് ഇപ്പൊ ഈ ഒപ്പിടുന്നത്? അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അടുത്തുള്ളവരോടൊക്കെ അങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോ എല്ലാവരും സമാന ചിന്താഗതിക്കാരാ. എന്തിനാ നമ്മളിങ്ങനെ തോറ്റു കൊടുക്കുന്നത്? ഞമ്മക്ക് അങ്ങോട്ട് സമരം ചെയ്തൂടെ, ജിഹാദ് ചെയ്തൂടെ? മരിച്ചാ നമ്മൾ വർഗത്തിലല്ലേ, പിന്നെന്തിനാ പേടിക്കണത്? എന്നാലും തോറ്റു കൊടുക്കണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാം. എല്ലാവരോടും ചോദിച്ചപ്പോ എല്ലാവരും റെഡി. എന്നാൽ അപ്പോഴൊന്നും ഒരു കുലുക്കവുമില്ലാതെ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ഭാവമാറ്റവും പ്രകടമാകാത്ത ഒരേ ഒരു മഖ്ലൂക്കേ ഉള്ളൂ. എഴുതുന്ന അലിയാർക്കടക്കമുണ്ട്. അദ്ദേഹം അടക്കം ഉമർ ഇബ്നുൽ ഖത്താബിനോടാണ് ഈ വിഷയത്തിൽ അനുഭവം കാണിക്കുന്നത്. പക്ഷേ ഒരു കുലുക്കവുമില്ല. റസൂലുള്ളാഹി എത്ര കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതേ സന്തോഷത്തില് അവിടെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഇവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം, അബൂബക്കറെ, ഈ കൂട്ടത്തിൽ 1399 പേർക്കും ഒരു അഭിപ്രായമാണ്. 1400 ആളുകൾ ഉണ്ടായിരുന്നു. 1399 പേർക്കും ഒരു അഭിപ്രായമാണ്. എന്തിനാ നമ്മളിങ്ങനെ തോച്ചു കൊടുക്കുന്നത്? അലസ്ന അലൽ ഹഖ്, നമ്മൾ സത്യത്തിന്റെ മേലിലല്ലയോ സിദ്ദീഖ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കള്ളത്തരാ, എന്നാ പിന്നെ വേണം. ഇത് സത്യല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സത്യമാണ്. സത്യമായിട്ടല്ലേ നമ്മൾ ഇപ്പോ ഇതിൽ പ്രവർത്തിക്കുന്നത്. ശരി, ഇത് സത്യാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യാണെങ്കിൽ, മുഹമ്മദുർ റസൂലുള്ളാഹ് സത്യാണെങ്കിൽ, അള്ളാന്റെ ഭവനത്തിലേക്ക് കടക്കുന്നതിന് നമ്മളവിടെ തടഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇവര് ഉണ്ടാക്കുന്ന അതൊക്കെ ഇപ്പൊ ഒരു രഞ്ജിപ്പിന്റെ പേരില്, ഒരു മസ്ലഹത്തിന്റെ പേരിൽ നമുക്ക് സമ്മതിക്കാം. റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നോളൂ, ഉംറക്ക് എന്ന് പറഞ്ഞാൽ ശരിയാക്കാം, ഉംറ ഖളാ വീട്ടാം, പിന്നെ വരാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ തീരുമാനം കണ്ടില്ലേ? നിങ്ങളെ കൂട്ടത്തിന് ഒരാൾ വന്നാൽ വിട്ടുതരൂല, ഞങ്ങളെ കൂട്ടത്തിന് ഒരാൾ വന്നാൽ വിട്ടുതരണം. എവിടത്തെ തീരുമാനാണ്?
ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്കൊരു മാറ്റവും ഇല്ലല്ലോ, നിങ്ങൾ ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണല്ലോ, സിദ്ദീഖേ നിങ്ങൾക്കൊരു വിഷമവും ഇല്ലല്ലോ, എന്തു പറ്റി സിദ്ദീഖേ നിങ്ങൾക്ക് മാത്രം എന്ന് ചോദിച്ച സമയത്ത് നമുക്കങ്ങ് പോരാടിക്കൂടെ എന്ന് ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട സിദ്ദീഖിന് ഇത്രയും നീണ്ട പ്രസംഗം തിരുത്താൻ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഈ ഇളകാത്ത മനസ്സിനെ തിരുത്താൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇഖ്വാനികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലിയ ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നാഥാ നീ റഊഫും റഹീമുമാണ്, മുഅ്മിനീങ്ങളോട് ഞങ്ങൾക്ക് പോരും കുറുമ്പും കുശുമ്പും ഞങ്ങളെ മനസ്സിൽ തരരുത്. സാലിഹീങ്ങളെ വെറുക്കുന്ന മനസ്സാക്കരുത്, ഔലിയാക്കളെ തെറി പറയുന്ന മനസ്സാക്കരുത്, ഔലിയാക്കളോട് മോശമായ അഭിപ്രായം മനസ്സിൽ തോന്നുന്നവരാക്കരുത്. ഞങ്ങളെ മുമ്പ് ജീവിച്ച മഹാന്മാരോട് ഏതെങ്കിലും നിലക്കുള്ള കുശുമ്പോ കുറുമ്പോ ഞങ്ങളെ കൽബിന് തരരുത്. ദുആ ചെയ്യണം, ദുആ ചെയ്യണം. അപ്പൊ മഹാന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. മുഖറബീങ്ങളുടെ ലിസ്റ്റിൽ പെടാൻ കഴിഞ്ഞില്ലെങ്കിലും മുഖറബീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ഇവരുമായി നമുക്ക് കണക്ഷൻ ഉണ്ടാവണം. പ്രാർത്ഥനയുടെ ബന്ധം ഒരു ബന്ധാണ്. പിന്നെ മറ്റേതൊക്കെ നിലക്ക് മുഖറബീങ്ങളായ ആളുകൾക്ക് കഴിയുന്നത്ര മുഖറബീങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു ഫാത്തിഹ ഓതുക. അല്ലേ, അറിയപ്പെട്ട മഹാന്മാർക്കൊക്കെ ഒരു ഫാത്തിഹ. ഹദ്ദാദൊക്കെ എന്നും ചെല്ലണോൽക്ക് ഈ ബന്ധം കിട്ടും. കാരണം അവരിങ്ങനെ ഫാത്തിഹ ഓതുകയാണല്ലേ, ഇലാ ഹദ്റത്തി ഫാത്തിഹ അങ്ങനെ ഓതുകയാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് മശായിഖുമാർക്ക്, വളരെ പ്രധാനപ്പെട്ട മശായിഖുമാർക്കൊക്കെ ഫാത്തിഹ ഓതുന്നു. ആ സിൽസിലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഫാത്തിഹ ഓതുന്നു. അതല്ലേ അവിടെ നടക്കുന്നത്. അപ്പൊ അത് മഹാന്മാരുമായിട്ടൊരു ബന്ധാണ്. ഹദ്ദാദ് എന്നും ചൊല്ലി ഹദ്ദാദ് തങ്ങൾക്ക് ഫാത്തിഹ ഓതിയാൽ ഹദ്ദാദ് തങ്ങളുമായിട്ടൊരു ബന്ധായി. എന്താ ഈ ബന്ധം കൊണ്ട് നേട്ടം? മഹാന്മാരുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ഈ ബന്ധം കൊണ്ട് എന്ത് നേട്ടം? അതാണ് ഇനി പറയാനുള്ളത്. ഇമാം മുസ്ലിം തങ്ങളുടെ കിതാബ് വെച്ചിട്ട് മഹാന്മാരുമായിട്ടുള്ള ബന്ധം കൊണ്ട് എന്താ നേട്ടം എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയണം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു അലൻ നബി كل وقت دائما لاح نجم في السماء سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. അൽഹംദുലില്ലാ, നല്ലൊരു സദസ്സ്. എല്ലാവരും ഇരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. നമുക്ക് ഈ വരികൾ ചൊല്ലിത്തന്ന ഉസ്താദ് നമ്മളെ എല്ലാവരെയും അള്ളാഹ് കബൂലാക്കട്ടെ. പടച്ചോനെ, ഞങ്ങൾ നേരത്തെ ഇവിടെ കേട്ടതുപോലെ അസ്ഹാബുൽ യമീനിന്റെ ലിസ്റ്റിലെങ്കിലും പടച്ചോനെ ഈ ഒരൊറ്റ സുഹൃതം കാരണം ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ, ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് മുഖറബീങ്ങളുടെ ലിസ്റ്റിൽപ്പെടാൻ കഴിയില്ലെങ്കിൽ അവരുമായിട്ട് തള്ളപ്പെടാത്ത എന്തെങ്കിലും ഒരു ബന്ധം പടച്ചോനെ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. മഹാന്മാരുമായിട്ട് ബന്ധം ഉണ്ടായ എന്താ കാര്യം? സുന്നികൾ എപ്പോഴും മഹാന്മാരെ പേര് ഫാത്തിഹ ഓതുന്നവരും അവരുടെ ചരിത്രം പറയുന്നവരും അവരുടെ മദ്ഹ് പറയുന്നവരും അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരും ഒക്കെയാണ്. എന്താ അതിന്റെ കാരണം? മഹാന്മാരുമായിട്ടുള്ള കണക്ഷൻ അത് നല്ലതാണ്. ജീവിതകാലത്തും വളരെ ഉപകാരപ്പെട്ടതാണ്. ജീവിതകാലത്താവുമ്പോൾ കൂടുതൽ നല്ലതാണ്. ജീവിതകാലത്ത് ഏതെങ്കിലും മഹാന്മാരുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാവണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ മഹാന്മാരുമായിട്ട് ബന്ധം വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ വീക്ഷണത്തിൽ നമ്മളെ മഹലിൽ നിന്ന് നമുക്ക് എപ്പോഴും ഇങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം. ഇദ്ദേഹം രക്ഷപ്പെടുമായിരിക്കും എൻ്റെ അഭിപ്രായ പ്രകാരം. അങ്ങനെ തോന്നുന്ന ഒരാളെ പിടിക്കണം. അയാളെ ഷെയ്ഖാക്കല്ല, എന്നിട്ട് നമ്മൾ മുരീദാകുകയല്ല, എന്നിട്ട് നമ്മളെ ധാരണ തെറ്റീനെങ്കിൽ നമ്മൾ കുടുങ്ങാനുമല്ല. എന്തിന്? നമ്മളെ ധാരണ ശരിയാണെങ്കിൽ നമ്മളെ അയാൾ രക്ഷിക്കുമല്ലോ. അതുകൊണ്ട് അയാളുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാം. പരലോകത്ത് അള്ളാന്റെ അടുത്ത്
രക്ഷപ്പെടുകയാണെങ്കിൽ സാധുവായ എന്നെയും രക്ഷപ്പെടുത്തണമെന്ന് എപ്പോഴെങ്കിലും ഒത്തു കിട്ടുന്ന സമയത്തിൽ നല്ല നേരത്തെ അയാളോട് പറയാം. നല്ലതാ. അത് നമ്മൾ കാണുന്നത് പോലെയല്ല, ഓരോരുത്തർക്കും അഭിപ്രായമുള്ള പലരും ഉണ്ടാവും എന്നർത്ഥം. അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരുടെയും തങ്ങന്മാരുടെയും അതുപോലെ തന്നെ നല്ല സ്വാലിഹായ അമലുകളൊക്കെ ചെയ്ത് മുന്നേറുന്ന ആജിയാക്കന്മാരുടെയൊക്കെ ചുറ്റുഭാഗത്തും ആളുകൾ തടിച്ചുകൂടാറുണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടല്ല. ഒന്ന് പോകുക, ഇരിക്കുക, ലോകം പുതുക്കുക, പോരുക. ഞാൻ പറയുന്നു, കേരളത്തിൽ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ആളുകളാണ്. കേരളത്തിൽ ഈ കൂട്ടത്തിൽപ്പെട്ട ഈ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയും അതിനുവേണ്ടി ജനങ്ങൾ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട കോയ ഉസ്താദ്. പരിചയമുള്ളവരുണ്ടാവും. ഒരു കാലത്ത് പ്രഭാഷണ വേദിയിൽ നിറഞ്ഞു നിന്ന കോയ ഉസ്താദ്. പ്രഭാഷണ വേദിയിൽ നിറഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയും, എന്നെപ്പോലത്തെ ചപ്പുചവറുകൾക്കൊക്കെ കഴിയും. പക്ഷെ അതല്ല വിഷയം. ഒച്ചപ്പാടല്ല, ഖൽബിൽ തട്ടിയ പ്രഭാഷണമായിരുന്നു. ഉസ്താദിന്റെ വയല് കേട്ട ഒരു കൂട്ടത്തിലുണ്ടാകും, പെരുമുഖം കോയ ഉസ്താദിന്റെ വയല് കേട്ടവരുണ്ടാവും. ഇന്ന് ഹയാത്തിലില്ല, ഉസ്താദിന്റെ ശിഷ്യന്മാരും കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടാവാം. നല്ല ദർസ്, നല്ല ഇബാദത്ത്, നല്ല ഈമാൻ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈമാൻ അത് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദ് നാട്ടിലെത്തിയാൽ ഒരു ടീം ഉസ്താദിന്റെ ചുറ്റും വന്നിരിക്കും. വ്യാഴാഴ്ച നാട്ടിലെത്തുന്ന സമയത്ത് അവർക്ക് ആവശ്യം എന്താ? ഉസ്താദ് ഒരു കട്ടൻ ചായ കൊടുക്കും. ആ കട്ടൻ ചായ അല്ല അവരുടെ ആവശ്യം. ഉസ്താദ് പറയുന്ന ഒന്ന് രണ്ട് തമാശകൾ, ആ തമാശക്കുള്ളിൽ കൊടുക്കുന്ന ഉപദേശങ്ങൾ, ഇതൊക്കെ കേട്ട് ഉസ്താദുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. ആഴ്ചയിൽ ഒരിക്കലൊന്ന് കാണുക, ബന്ധപ്പെടുക, പിരിയുക. ഇതെന്തിനാ? നാളെ പരലോകത്ത് കാലിടറുമ്പം ഇദ്ദേഹം എന്നെ രക്ഷിച്ചെങ്കിലോ എന്ന് കരുതിയിട്ട. അങ്ങനെ ഉറപ്പുള്ള ഒരാളുമായിട്ടൊരു ബന്ധം നല്ലതാണ്. ഏതെങ്കിലും നിലക്ക് ബന്ധങ്ങൾ ഉറപ്പിക്കണം. ഒരു പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഈ സദസ് ആരംഭിച്ചത് താജുൽ ഉലമക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഫൈളി ഉസ്താദ് താജുൽ ഉലമ പിടിക്കാൻ പറ്റിയ ഒരു മരാണ്. നമ്മൾ പിടിച്ചാൽ നമ്മൾ വീഴൂല. നമ്മൾ നാലാള് പിടിച്ചു എന്നുള്ളത് കൊണ്ട് മറിഞ്ഞു കെട്ടി വീഴുന്ന ദുർബലമായ മരമല്ലാതെ നല്ല ഉറപ്പുള്ള തടിമരാണ്. നല്ല ഈമാനാണ്, നല്ല അമലാണ്, നല്ല ഇൽമാണ്, നല്ല തഖ്വയാണ്. ഏത് കോണിലൂടെ വീക്ഷിക്കുമ്പോഴും തങ്ങള് ഉന്നതിയിലാണ്. ആ തങ്ങളാണ് നമ്മളാക്കിയത്. അല്ലാഹുവേ, താജുൽ ഉലമയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ആ താജുൽ ഉലമയുടെ ളില്ലില്, തണലില് ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതേ വഴി പിന്തുടർന്ന് നേരായ ചൊവ്വായ റൂട്ട് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് വരഞ്ഞു കാണിച്ച് അതേ വഴിയിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് നമ്മളെ നയിക്കുന്നു, ഇന്നും നയിക്കുന്നു. ആ വിശ്വാസത്തിലാണ് നമ്മൾ ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സഹോദരാ, ഇതൊരു ഭംഗിവാചകമല്ല, മനസ്സിൽ തട്ടിപ്പറയുകയാണ്. പടച്ചോനെ, 76-77 വയസ്സ് ഞങ്ങളെ ശൈഖുനക്കായെങ്കിലും ഇപ്പോഴും 35കാരന്റെ ഓട്ടം അവിടെ ഓടുന്നുണ്ട്. ഞങ്ങളൊക്കെ കുറച്ചോടിയാൽ ക്ഷീണമാ തളർച്ചയാന്ന് പറയുന്നുണ്ടെങ്കിൽ ഉസ്താദ് ക്ഷീണമാ തളർച്ചയാന്ന് പറയാറില്ല. ഇപ്പോഴും ഒരു യുവാവിന്റെ ലുക്കിൽ പ്രസംഗിക്കുകയാണ്, ഓടി നടക്കുകയാണ്, ഉറക്കൊഴിക്കുകയാണ്, ഖിദ്മ ചെയ്യാണ്. പടച്ചോനെ, ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, ഒരു ദിവസം പോലും കിടപ്പിലാക്കരുത് റഹ്മാനെ. ദീർഘമായ ആയുസ് തന്ന് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ അനാഥരാക്കരുത് റഹ്മാനെ. അവിടുത്തെ ആ തണല് നീ ഒരുപാട് കാലം ഇനിയും നീട്ടിത്തരണം റഹ്മാനെ. അതോട് കൂടെ നല്ല ആഫിയത്തും നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മഹാനുമായിട്ടുള്ള ഒരു പിടുത്തം, ഒരു കണക്ഷൻ. എന്തിന്? ചോദ്യത്തിന് ഉത്തരാണ് ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസ്. നരകക്കാരെ നരകത്തിൽ കടത്തും, സ്വർഗക്കാരെ സ്വർഗത്തിലും കടത്തും.
റസൂലുള്ള പറയാണ്, മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, പറയുന്നത് റസൂലുള്ളാഹി ഇതാണ്. റസൂലുള്ള പറഞ്ഞു, നരകക്കാര് നരകത്തിലും സ്വർഗക്കാർ സ്വർഗത്തിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അവനവന്റെ സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകത്തിലുള്ളവർക്ക് അവരുടെ ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ അവരുടെ പ്രതിഫലങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കുറെ കാലം അവരങ്ങ് ശിക്ഷ അനുഭവിക്കുമ്പോൾ അള്ളാഹു നരകത്തിലുള്ളവർക്ക് സ്വർഗാവകാശികളെ പറ്റിയുള്ള ഓർമ്മകൾ നൽകും. ആദ്യം ഇത് നൽകൂലാന്ന. ആദ്യം ഇത് നൽകിയാലുള്ള കുഴപ്പമെന്താ? ഇവരുടെ സ്വർഗാസ്വാദനത്തിന് അത് തടസ്സം. അതുകൊണ്ട് ആദ്യം അത് മറപ്പിച്ചു കളയും. നരകത്തിലാണെങ്കിൽ മാത്ര. ഹദീസിലുള്ളത് അങ്ങനെയല്ല. സ്വർഗക്കാർ നരകത്തിലുള്ള ബന്ധുക്കളെ കാണുമ്പോൾ യാതൊരു ബന്ധം ഉണ്ടാവില്ല. ബന്ധം വേണം, സാലിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അപ്പോഴാ പറയാ, പഠിച്ചോനെ ഞാനും അയാളും ഒപ്പായിരുന്നു പള്ളിക്ക് പോകല്, ഇങ്ങോട്ട് വരല്, ഒപ്പ ഉംറക്ക് പോയത്, ഹജ്ജിന് പോയത്, വയഹുജൂൻ വയസൂമൂൻ, നോമ്പ് പറ്റത്, തറാവീഹ് നിസ്കരിച്ചത് ഒക്കെ ഒപ്പാണ്. എന്നിട്ട് അയാൾ നരകത്തിലോ ഞാൻ സ്വർഗത്തിലോ? അപ്പൊ അല്ലാഹു പറയും, ഫയുഖാലു ലഹും, ഇവരോട് പറയപ്പെടും, അഖ്രിജൂ മൻ അറസ്തും, തന്നെയോ നിങ്ങൾക്ക് പരിചയമുള്ളവരാവർ, ഞാൻ നിങ്ങൾക്ക് ശഫാഅത്തിന് അധികാരം തരുന്നു. അഖ്രിജൂ മൻ അറസ്തും, നിങ്ങൾക്ക് പരിചയമുള്ളവരെ, ഏതെങ്കിലും വിധത്തില് നിങ്ങൾക്ക് പരിചയമുള്ളവർ, വാപ്പയാകാം, മകനാവാം, ജ്യേഷ്ഠനാവാം, അനുജനാവാം, പെങ്ങളാവാം, ബന്ധു, ഏതെങ്കിലും നിലക്കുള്ള ബന്ധുവാവാം, പരിചയക്കാരനാവാം, സുഹൃത്താകാം, ഭാര്യയാവാം, ഭർത്താവാം, ഉസ്താദാവാം, ശിഷ്യനാവാം, എങ്ങനെയാണെങ്കിലും ശരി, സഹപ്രവർത്തകനാവാം, ഏത് ബന്ധുവും, സാലിഹീങ്ങളുടെ ഏത് ബന്ധു അവിടെ ഉപകാരപ്പെടും. മൻ അറസ്തു, ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരും അറിയുന്നവരും നരക. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഇമാം മുസ്ലിം തങ്ങൾ കിതാബു ഷഫാഅത്തിന്റെ അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് ഇമാം മുസ്ലിം തങ്ങൾക്ക് സഹീഹിൽ. അതിലാണിത് പറയുന്നത്. അഖ്രിജൂ മൻ അറസ്തും, നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരെ മുഴുവനും നരകത്തിൽ നിന്ന് കരകയറ്റണം. അപ്പൊ വരും. വന്നിട്ട് ഇങ്ങനെ നരകത്തേക്ക് ഇങ്ങനെ നോക്കും, ആരൊക്കെ ഉള്ളത്. അപ്പതാ ഒപ്പം ചായ പിടിച്ചായിരുന്നവൻ, നിസ്കരിക്കായിരുന്നവൻ, ഒരുപാട് മുഅ്മിനീങ്ങൾ. എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നിലക്കൊരു പരിചയം ഉണ്ടെങ്കിൽ വിളിക്കും, നിങ്ങൾ ഇങ്ങോട്ട് പോരി, നിങ്ങളെ നരകത്തിന് കയറ്റാൻ അള്ളാഹ് എനിക്ക് സമ്മതം തന്നിട്ട് ഇങ്ങോട്ട് വരികയും ഓടി ഇങ്ങ് വരും. സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. നെഹ്റുൽ ഹയാത്ത് എന്ന പുഴയിൽ ഒന്ന് കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. നെഹ്റുൽ ഹയാ എന്ന പുഴ ജീവൽ പുഴ എന്ന് അതിനെ പറയാം. പുതുജീവൻ നൽകുന്ന പുഴയാണത്. ശരീരമൊക്കെ അങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ടാവും നരകത്തിൽ നിന്ന് എടുക്കുമ്പോൾ. ഓരോ സെക്കൻഡിലും ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെയും പുതിയ ചർമ്മം അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അവനെ ഒന്ന് മുക്കിയെടുത്ത് രണ്ടാമത് ഒന്ന് റീകണ്ടീഷൻ ചെയ്തിട്ട് നല്ല കണ്ടീഷനിൽ എത്തിച്ചതിന്റെ ശേഷം സ്വർഗത്തിലേക്ക് കണ്ടുപിടും. ഇതാ പരിപാടി. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരിചയം ഒരു മഹാനുമായിട്ടുണ്ടെങ്കിൽ പോകൂല. മമ്പുറന്തങ്ങൾക്ക് എന്നും ഒരു സ്വലാത്തല്ലയോ, മമ്പുറന്തങ്ങൾ വന്നിങ്ങനെ നോക്കണ കൂട്ടത്തിൽ പെട്ടിട്ടൂലേ സഹോദര. ഇതിനാണ് ഹദ്ദാദ് ചെല്ലുമ്പോൾ ആ മഷായിഖുമാർക്കൊക്കെ ഫാത്തിഹ ഓതുമ്പോൾ നമുക്ക് കിട്ടണം. മമ്പുറന്തങ്ങൾക്ക് ഫാത്തിഹ ഓതിയാല്, നബിതങ്ങൾക്ക് സ്വലാത്തി ചൊല്ലിയാല്, മഹാന്മാർക്ക് ഫാത്തിഹ ഓതിയാല് നമുക്ക് കിട്ടാൻ പോകുന്ന കൂലിതാണ്. കുറേ മഹാന്മാർക്ക് ഫാത്തിഹ ഓതുന്ന ആൾക്ക് എന്തായാലും ഒരുപാട് ആളുകൾ അവനെ രക്ഷിക്കാനുണ്ടാകും. നമ്മളെ ധാരണ എല്ലാവരിലും തെറ്റൂലല്ലോ, അല്ലേ സഹോദരാ? രക്ഷപ്പെടും. അത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അഖ്രിജൂ മൻ അറസ്തും, അങ്ങനെ രക്ഷപ്പെടുത്തും. എന്നിട്ട് ഫയുഖ്രിജൂന ഖൽഖൻ കസീറാ, ധാരാളം പടപ്പുകളെ അവരുടെ പരിചയത്തിന്റെ പേരിൽ രക്ഷപ്പെടുത്തും. സുമ്മ യഖൂലൂന, പിന്നെ അവർ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നരകത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, ഇനി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഒരുപാട് ആളുകൾ കൈ പൊക്കുന്നു, ഞങ്ങളൊക്കെ ഉണ്ട്. അവർ നിലവിളിക്കുകയാണ്, നരകത്തിലെ ശിക്ഷ താങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് രക്ഷപ്പെടുത്തുവോ? അനുമതിയില്ല. നേരെ പോകും. പോയിട്ട് പടച്ചോനോട് പറയും, മാ ബഖിയ ഫീഹാ അഹദും മിമ്മൻ അമർതനാ ബിഹി, പടച്ചോനെ നീ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും നിലക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം. ഞങ്ങൾക്ക് പരിചയമുള്ള മുഅ്മിനീങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിലില്ലാത്ത ഞങ്ങൾക്കൊരു നിലക്കും പരിചയമില്ലാത്തവരാണ്, പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. അവരെ രക്ഷപ്പെടുത്താൻ വല്ല വകുപ്പുണ്ടോ? ഇതായിരിക്കും. അത് സ്വർഗത്തിനോട് കടന്നാണ്ടാണ് മനസ്സാ, വിടുന്നത് ഉണ്ടാവില്ല, അല്ലേ?
നിങ്ങൾ വിചാരിക്കും എന്തിനാ പത്ര റിസ്ക് എടുക്കുന്നത്? സ്വർഗത്ത് കടന്നെങ്കിൽ മാത്രമേ തിരിയുള്ളൂ. ഇവിടുന്ന് ഇതുണ്ടാവില്ല. ഇവിടുന്ന് ഒരാൾ പൊങ്ങി വരികയാണെങ്കിൽ ഒരു ചവിട്ട് കൊടുക്കും അല്ലേ? ഒരു സംഗതി നമ്മളെപ്പോലെ ആവുന്നതോ നമ്മളെ മേലെ ആവുന്നതോ നമുക്ക് ഇഷ്ടമല്ലല്ലോ. അവിടെ നമ്മളൊപ്പം നമ്മളെ മേലെ ഒന്നും ആകുന്നതിൽ ഒരു വിഷമം ഉണ്ടാവില്ല. നോക്ക്, നിങ്ങൾ നോക്കി നടക്കുക. ചോദിച്ചപ്പോ ഇത് പറഞ്ഞപ്പോ അള്ളഹാനോട് പറഞ്ഞു, പഠിച്ചോനെ നീ കൽപ്പിച്ച ടൈപ്പ് ജനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ആ ടൈപ്പിലുള്ളവർ തീർന്നിരിക്കുന്നു. ഇനി ആരും നരകത്തിൽ ബാക്കിയില്ല, ഞങ്ങൾക്ക് അറിയുന്നവർ. ഇനി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ എന്നറിയില്ല. മോമിനിങ്ങൾ ഇനിയും അതിൽ ധാരാളം ഉണ്ട്. അപ്പം ഫയഖൂലു, അല്ലാഹ് പറയും, ഇർജിഉ, നിങ്ങൾ വീണ്ടും നരകത്തിന്റെ വക്കത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം. എന്നിട്ട് ഫമൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല ദീനാരിൻ മിൻ ഖൈരിൻ ഫഅഖ്രിജൂ, ഒരു ഉറുപ്പിക തൂക്കം ഹൈറായ കാര്യം ജീവിതത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അമല് ചെയ്തവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ അങ്ങ് രക്ഷപ്പെടുത്തിയേക്ക്. നിങ്ങൾക്ക് ഈമാൻ 100% വേണം. അത് 70-75 ഒന്നും സ്വീകരിക്കൂല. ഈമാൻ 100 മിൻ ഖൈർ. ഖൈർ എന്ന് പറഞ്ഞാൽ അമലാണ് എന്നാ പറയുന്നത്. മിസ്കാല ദർറത്തി മിൻ ഖൈർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായതിന്റെ ശേഷം വല്ല അമലും, ഒരു ഉറുപ്പിക തൂക്ക അമൽ ആരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തൂ എന്ന് പറയും. അങ്ങനെ പിന്നെ നരകത്തിന്റെ വക്കത്ത് വന്നിട്ട് ഈ മോമിനീങ്ങളൊക്കെ പറയും, ഒരു ഉറുപ്പിക തൂക്കം അമല് ചെയ്തവരോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇതൊക്കെ പഠിച്ചോന്റെ ഓർഡറല്ലേ, അപ്പൊ അതിന് പറ്റിയോല് മാത്രമേ കയറി വരുള്ളൂ. അവരിങ്ങോട്ട് വരും. അവരെ മുഴുവൻ ഇവർ കൈ പിടിച്ചിങ്ങോട്ട് രക്ഷിക്കും. ഒരുപാട് ആളുകൾ അങ്ങനെയും രക്ഷിച്ചു. എന്നിട്ട് അവർ വന്നിട്ട് പറയും, മാ ബഖിയ ഫീഹാ അഹദുൻ മിമ്മാ അമർതനാ ബിഹി, പടച്ചോനെ നീ ഞങ്ങളോട് കൽപ്പിച്ച ടൈപ്പിൽ ഇനി ഒരാളും ബാക്കിയില്ല. ഒരു ഉറുപ്പിക തൂക്കം ഈമാനുള്ളവരെ, അമലുള്ളവരെയൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈമാനല്ലോ, അത് ഞാൻ പഴിച്ചു പറഞ്ഞു പോയതാ. അമലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈമാനിൽ ഈ വിട്ടുവീഴ്ചയൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കണ്ടീഷൻ, അതാ നമ്മൾ പറയണത്. വിദ്യാർത്ഥികാരനായ അത് കിട്ടൂല. കാരണം അവന് ഈമാനാ തകരുന്നത്. ഈമാന് കുഴപ്പം പറ്റുന്നു, അല്ലെങ്കിൽ ഈമാൻ പാടെ നഷ്ടപ്പെടുന്നു. അല്ലെ, കുഫ്ർ കൊണ്ട് വിധിക്കപ്പെട്ടാൽ ഈമാൻ തകർന്നു. കുഫ്ർ കൊണ്ട് വിധിക്കപ്പെടാത്ത മുബ്തദിയാണെങ്കിൽ എന്തായാലും ഈമാന് കളങ്കം വന്നു. 100% ഈമാൻ ഉണ്ടെങ്കിലേ സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. എന്നിട്ട് അമലുണ്ടോ? പഠിച്ചോനെ ഒരു ഉറുപ്പിക തൂക്ക അമലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. അവരൊക്കെ ഞങ്ങൾ പെടുത്തി. ഇനി ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോ അതിന്റെ താഴെയുള്ളവർ അഞ്ഞുണ്ട് മോമിനീങ്ങൾ. പഠിച്ചോനെ അതില് ഇനിയുമുണ്ട് മോമിനീങ്ങൾ. അല്ലാഹ് പറയുന്നു, നിങ്ങൾ മടങ്ങിപ്പോ, ഇർജിഉ, നിങ്ങൾ മടങ്ങിപ്പോകണം. എന്നിട്ട് അഖ്രിജു ഫമൻ അഖ്രിജു മൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല നിസ്ഫി ദിനാരിൻ മിൻ ഖൈർ, അര ഉറുപ്പിക തൂക്കം നന്മയുള്ളവരെ രക്ഷിക്കണം. അപ്പൊ ഇവര് വന്നിട്ട് അര ഉറുപ്പിക തൂക്കമുള്ളവരോടൊക്കെ പോരാൻ പറഞ്ഞു. അങ്ങനെ ഓലൊക്കെ പോരും. അപ്പൊ ഒരു കൂട്ടം ആളുകൾ നരകത്ത് നിന്ന് കയറും. അര ഉറുപ്പിക തൂക്ക ഈമാനുള്ളവർ അവരും രക്ഷപ്പെട്ടു. തിരിച്ചു വന്നിട്ട് പടച്ചോനോട് പറയും, സ്വർഗത്തിൽ വന്ന് പറയുമ്പോ പടച്ചോൻ പറയും, ഇർജിഉ, വേഗം പോകണം. പോയിട്ട് ആ നരകത്തിൽ കാണുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ അഖ്രിജൂ, നിങ്ങൾ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കണം, പുറത്താക്കണം, മോചിപ്പിക്കണം. മൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഖൈർ, അണുമണി തൂക്കം ഈമാനുള്ളവർ, ഒരാറ്റത്തിന്റെ വേട് അമലുള്ളവർ, ഖൈറുള്ളവർ, നന്മയുള്ളവർ, രക്ഷിക്കൂ അവരെ. പിന്നെ അവർ വന്നിട്ട് പറയാം, മിസ്ഖാലു ദർറത്ത് ഖൈറുള്ളവരോടൊക്കെ വരാൻ പറഞ്ഞു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, വേറെ കരിച്ചിട്ടുണ്ടെങ്കിൽ ആ കടുപ്പ് ഇടുകയാണ് ആ കൂട്ടത്തിൽ. വേറെ ഒന്നും ചെയ്തിട്ടില്ല, അവരിങ്ങോട്ട് കയറി വരും. അതോടുകൂടെ ആ വകുപ്പിൽപ്പെട്ട കുറേ എണ്ണം ഇങ്ങ് കയറി വരും. ഇനിയുണ്ടോ മുഅ്മിനീങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ നല്ല ഉറപ്പുണ്ട്, വെള്ളിയാഴ്ച പോലും നിസ്കരിച്ചിരുന്നില്ല. അങ്ങനത്തെ ഇനിയുണ്ട്. ഒന്നും ജീവിതത്തിൽ ചെയ്യാത്തവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി നല്ല ഉറപ്പുണ്ടായിരുന്നു, അവരവിടെ കിടക്കുക. അങ്ങനെ ഇവർ വരും. വന്നിട്ട് പറയും, റബ്ബനാ ലം നദർ ഫിഹാ ഖൈറാ, പടച്ചോനെ അണുമണി തൂക്കം നന്മയുള്ളവരെ ഒക്കെ ഞങ്ങൾ രക്ഷിച്ചു. ഇനി നരകത്തിൽ ഖൈർ ഞങ്ങൾ കാണുന്നില്ല, പക്ഷെ ഈമാൻ ഇനിയും ശേഷിക്കുന്നുണ്ട്. എന്തു ചെയ്യും? അപ്പൊ അല്ലാഹു പറയാണ്, ശരി, നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നിങ്ങൾ രക്ഷിച്ചു. പരിചയത്തിന്റെ പേരിൽ ഒരു ഉറുപ്പിക തൂക്കം, അര ഉറുപ്പിക തൂക്കം, ഒരണുമണി തൂക്കം ഖൈർ ജീവിതത്തിൽ ചെയ്തവരെയൊക്കെ നിങ്ങൾ രക്ഷിച്ചില്ലേ? ഇനി നിങ്ങളൊക്കെ ഇടപെട്ട് അവരെയൊക്കെ രക്ഷിച്ച സ്ഥിതിക്ക്
ശഫാഅത്തിൽ മലായിക വശഫഅൻ നബിയ്യൂൻ വശഫഅൽ മുഅ്മിനൂൻ. മലക്കുകൾ റെക്കമെൻഡ് ചെയ്ത് കുറെ ആളുകളെ രക്ഷപ്പെടുത്തി, നബിമാര് ശഫാഅത്ത് ചെയ്ത് കുറെ ആളുകളെ രക്ഷപ്പെടുത്തി, മുഅ്മിനീങ്ങൾ ശുപാർശ ചെയ്ത് കുറെ ആളുകളെ രക്ഷപ്പെടുത്തി. ഇനി ഇവിടെ റെക്കമെൻഡ് പറയാൻ ഒരാൾ മാത്രമല്ലേ, വലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ. ഇനി കരുണക്കടലായ ഞാൻ മാത്രമാണ് ബാക്കിയുള്ളതല്ലേ. ഞാൻ മാത്രം ആരെയും രക്ഷിച്ചിട്ടില്ല. അത് വരാൻ പറ്റുമോ? നിങ്ങളൊക്കെ നിങ്ങളെ സ്നേഹം കൊണ്ട് ഇത്ര ചെയ്തെങ്കിൽ അർഹമുറാഹിമായ ഞാൻ, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബീൻ, ഞാൻ എന്റെ വകയും രക്ഷിക്കണ്ടേ. എന്നിട്ട് അല്ലാഹു ഇങ്ങ് വന്നിട്ട് ഫയഖ്ബിളു ഖബ്ളതൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഓരോ വാരല് ഓരോ പിടി ആളുകൾ അങ്ങനെ എടുത്തിട്ട് ഫയുഖ്രിജു മിൻഹാ ഖൗമൻ ലം യഅമലൂ ഖൈറൻ ഖത്തു സദഖ റസൂലുള്ളാഹി സദഖ റസൂലുള്ളാഹി സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖൗമൻ ലം യഅമലൂ ഖൈറൻ ഖത്തു, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു നന്മയും മതപരമായ ഒരു ഗുണവും ചെയ്യാത്ത ആളുകളെ അല്ലാഹു ഓരോ പിടി ഇങ്ങനെ പിടിച്ചിട്ട് അതാ സ്വർഗത്തിലേക്ക്, നെഹ്റുൽ ഹയാത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ എടുത്തിടുകയാണ്. അവർ കരിക്കട്ടകളായി മാറിയിട്ടുണ്ട്. അവരെ എടുത്തിട്ട് ഈ ജീവൽ പുഴയിൽ മുക്കിയിട്ട് കുളിപ്പിച്ചിട്ട് അവരെ അതാ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നു. അതോടുകൂടെ പിന്നെ ഈമാനുള്ള ഒരു മനുഷ്യൻ പോലും നരകത്തിലുണ്ടാവൂല. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ അധ്വാനിക്കുന്നത് നരകത്തിൽ കടന്ന് ആരുടെയോ ഒക്കെ ശഫാഅത്ത് കിട്ടി സ്വർഗത്തിലെത്താനല്ല. അതിനല്ല നമ്മൾ ഈ പാടുപെടുന്നതിന് ഈമാണ്ടായാ മതി. പക്ഷേ നമ്മൾ പാടുപെടുന്നത് ഒരു തെറ്റിന്റെ പേരിൽ 50,000 കൊല്ലമൊക്കെ ശിക്ഷിക്കുമത്രേ. അങ്ങനെ കൊല്ലക്കണക്കിന് ശിക്ഷിച്ചതിന്റെ ശേഷം ഈ ശഫാഅത്ത് കിട്ടുമ്പം അതൊരു ഭാഗ്യമാണ്, കിട്ടിയാൽ അതൊരു ഖൈറാണ്. പക്ഷെ അതുവരെ അനുഭവിക്കണ്ടേ? അപ്പൊ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകണം. അതിനാ നമ്മൾ പണിയെടുക്കുന്നത്. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളിൽ അധികപ്പറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അരുതായ്മകൾ വന്നു പോയിട്ടുണ്ട്. നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറ് വരുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറ് വരുത്തണേ അല്ലാ. ഇൻഷാ അല്ലാ ബാക്കി നാളെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, നല്ലത് ഞങ്ങൾക്ക് വരുത്തണേ അല്ലാ, നല്ലത് വരുത്തണേ അല്ലാ. ഉസ്താദിന് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ആരും പോകരുത്, ചെറിയ ദുആയല്ലേ നടത്തലുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോവാം. ധാരാളം ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യ ദിവസം സൂചിപ്പിച്ചതുപോലെ പരിപാടികൾക്ക് ധാരാളം ചെലവുകൊണ്ട് നമുക്കറിയാം. ഈ വീട് 8 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചത് എല്ലാം നിങ്ങൾ നൽകിയതാണ്. ഇൻഷാ അല്ലാഹ് അത് സമ്പൂർണ്ണമായും പൂർത്തിയായി. അടുത്ത വീട് ഇൻഷാ അല്ലാഹ് പരിപാടി കഴിഞ്ഞ ഉടനെ ആരംഭിക്കുകയാണ്. പക്ഷേ വിലപ്പെട്ട ഉസ്താദിന്റെ സമയങ്ങൾ ഒരു പിരിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. ഞങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശങ്ങളുണ്ട്, ഉസ്താദിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കാത്തത്. അപ്പം അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്കും അടുത്ത വീട് നിർമ്മാണത്തിലേക്കും നല്ല സഹായങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്യണം. നിങ്ങൾ പറഞ്ഞിങ്ങനെ ഒരുപാട് വേദ പറഞ്ഞ് എപ്പോഴും കേൾക്കുന്ന വേദ, സദക്കൻ്റെ വേദകൾ, നമ്മുടെ ഓരോ ഖൈറിൻ്റെയും നന്മകളുടെ പ്രതിഫലം പ്രിയപ്പെട്ടവരെ നാം കേട്ടു കഴിഞ്ഞു. മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ അനുസ്മരിക്കുന്ന മാസമാണ്. മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ ചരിത്രത്തിൽ കാണാം, ആ വലിയ മഹത്വത്തിലേക്ക് എത്തിയത് ഈ ഖിദ്മത്ത് കൊണ്ടാണ്. അങ്ങാടിയിൽ കാണുന്ന കുഷ്ഠരോഗികളുടെ വസ്ത്രം അലക്കിക്കൊടുത്ത്, അവർക്ക് വസ്ത്രം ധരിപ്പിച്ച്, അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത്, വിറകില്ലാത്ത വീടുകളിലേക്ക് വിറകെത്തിച്ചു കൊടുത്ത്, എല്ലാ സേവനങ്ങളും ചെയ്ത് മഹാനായ എത്രത്തോളം 40 ദിവസം ഒരു നായക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഒരു ചെലവഴിച്ച ചരിത്രം കാണാം. നായയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, മനുഷ്യരോട് മാത്രമല്ല ഒരുപാട് കാരുണ്യം ചെയ്തുകൊണ്ട് ആ മഹാന്മാരൊക്കെ ഉയർന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടനയുടെ മുഖമുദ്രയാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, എല്ലാവരും കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കണം. അൽഹംദുലില്ലാഹ് 10,000 തന്ന ആൾക്കാർ ധാരാളമുണ്ട്. ആരെയും പേര് പറയുന്നില്ല, പേര് പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടപ്പെടില്ല അവരാരും. 5,000 തന്ന ധാരാളം ആളുകളുണ്ട്. അപ്പങ്കണ്ടത്തിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ
വളരെ ചെറിയ വരുമാനമുള്ള സഹോദരനാണ്, വീട് നിർമ്മാണത്തിലാണ്. ഒരു ദിവസത്തെ സമ്പൂർണ്ണ ചെലവ് അൽഹംദുലില്ലാ സഹോദരൻ ഏറ്റിട്ടുണ്ട്. അല്ലാഹു എന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഒരു ദിവസത്തെ ചെലവ് എന്തെല്ലാം ചെലവാണെങ്കിലും നല്ല സംഖ്യ വരും ഇൻഷാ അല്ലാ. എന്താണെങ്കിലും ഞാൻ തരാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാ വീട് നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പടച്ചവനെ, ആ വീട് നീ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ചെറിയൊരു വരുമാനമുള്ള ആവേശം കൊണ്ട്, ഈമാൻ കൊണ്ട് പറഞ്ഞതാണ് സഹോദരന്മാരെ. ഒരു ദിവസത്തെ ചെലവ് എത്രയാണെങ്കിലും തരാം ഉസ്താദ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ അൽഹംദുലില്ലാ അദ്ദേഹം വീട് നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ സഹോദരന്മാരെ. ആ വീട് പൂർത്തിയായിട്ട് പോലുമില്ല. അത്രയും ആവേശത്തോടെ, അതാണ് ഈമാൻ ഉസ്താദ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലേക്കും സ്ഥാപിക്കങ്ങൾ മുൻകടന്നുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ നിങ്ങൾ എല്ലാവരും, കഴിവുള്ള ആളുകളൊക്കെ കഴിവനുസരിച്ച് തരുന്ന ഓരോ നാണയത്തുട്ടുകളും ഈ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ധാരാളം രോഗികളുടെ സമ്പൂർണ്ണ ചികിത്സ ചെലവ് ഈ പ്രസ്ഥാനം SOS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അഡ്മിറ്റ് ആവുന്നു, അവരൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവർ ഫ്രീ ആയിട്ട് ആ അഡ്മിഷൻ കഴിഞ്ഞ് പോവുകയാണ്. ഡോക്ടറെ കാണാൻ വരുന്നു, മരുന്ന് വാങ്ങി പോകുന്നു, 5 കാശ് പോലും അവർ കൊടുക്കേണ്ടതില്ല. ധാരാളം വിധവകളായ സഹോദരിമാര് എല്ലാം ഈ സംഘടനയാണ് വഹിക്കുന്നത്. അൽഹംദുലില്ലാ ഒരുപാട് സേവനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ വല്ലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഒരുപാട് ഖിദ്മത്തുകൾ സഹോദരന്മാരെ ഉസ്താദ് അടുത്ത് അനുസ്മരിക്കുകയുണ്ടായി. ന്യൂസിലാൻഡിൽ പോയപ്പോൾ ആ ന്യൂസിലാൻഡുകാർ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് പള്ളി വേണം. ഉസ്താദ് അവിടെ പള്ളിക്ക് തറക്കല്ലിട്ട് കൊടുക്കുകയാണ്. ആസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആയിരക്കണക്കായ പള്ളികൾ ഉണ്ടാക്കി, ഒരുപാട് കിണറുകളും. അൽഹംദുലില്ലാ നമ്മുടെ ദാറുൽ ഖൈറിന്റെ സമീപത്ത് കുഴിച്ച കിണർ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കിണറാണ്. അൽഹംദുലില്ലാ അത് ഒരു വലിയ ചരിത്രം എന്നത്. അത്ര വള്ളമുള്ളൊരു കിണർ ഇവിടെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നത്. ആ ഉസ്താദിന്റെ കിണറാണത്, ദാറുൽ ഖൈറിന്റെ കിണർ. ഇൻഷാ അല്ലാഹ് ഈ വീടിന്റെ സമീപത്തുള്ള കിണർ ഉസ്താദ് എന്ന കിണറാണ്. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ ഒരുപാട് ഖൈറുകളാണ് ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വയതൊരിക്കലും തന്നെ പിരിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. നിങ്ങളെല്ലാവരും കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ എഴുതിക്കുകയും നാളൊക്കെ വരുമ്പോൾ തരുകയും വേണമെന്ന് പ്രത്യേകം ഉണർത്തി, നമുക്കെല്ലാവർക്കും നല്ല ചുടുകാപ്പി തന്നത് ബഹുമാനപ്പെട്ട കരിമ്പറ്റ ഷമീർ, അൽഹംദുലില്ലാ അദ്ദേഹത്തിന് സഹായിച്ച അദ്ദേഹത്തിന്റെ കൂട്ടുകാരുണ്ട്. അല്ലാഹു ഒന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ദിവസവും അദ്ദേഹം ചോദിച്ചു എന്താ ഞാൻ വേണ്ടത്, എന്താ കൊടുക്കേണ്ടത് വരുന്ന ആളുകൾക്ക്. അപ്പൊ പറഞ്ഞാണ് ഒരു ചുടുകാപ്പി, നല്ല ഉറക്കം വരാതിരിക്കാൻ വേണ്ടി. അൽഹംദുലില്ലാ അല്ലാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ അങ്ങനെ എല്ലാം നല്ല ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തി ഇൻഷാ അല്ലാഹ് ദുആക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാ ദുആരക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയാം. ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാഷ് അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മ കൂടുതൽ രോഗിയാണ്. അല്ലാഹു തആല രണ്ടുപേർക്കും ശിഫ നൽകട്ടെ. അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന പലർക്കും ഇതുപോലെയുള്ള സങ്കടങ്ങൾ ഉണ്ടാകും. വേദിയിലിരിക്കുന്നവർ, മറക്കപ്പുറത്തിരിക്കുന്നവർ, എല്ലാവർക്കും വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ. പിന്നെ ഒരു സംഭാവന ഇവിടെ ഞാൻ സാധാരണ പറയാറില്ല, അത് പറയേണ്ടെന്ന് ഉസ്താദ് നേരത്തെ ഇന്നലെ ഇവിടുന്ന് വളരെ പരസ്യമായിട്ട് ഇവിടുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടതാണ്. കാരണം നമ്മൾ ആ സമയം കൂടെ വയത് പറയാൻ ഉപയോഗിക്കല്ലോ, നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യത്തിൽ. പക്ഷേ സംഭാവനകൾ കൊടുത്തിരിക്കും, ഞാൻ പറയേണ്ടതില്ല. കാരണം ഈ സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പാവങ്ങൾക്കൊക്കെ പാവപ്പെട്ട ഒരു മനുഷ്യന് വീടുണ്ടാക്കാനൊക്കെ ഒരു 10,000 റുപ്യ നമ്മളെ വക കൊടുക്കുക എന്ന് പറഞ്ഞാൽ 25,000 കൊടുക്കുന്നു, 5,000 കൊടുക്കുന്നു, 1000 കൊടുക്കുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്വർഗം കിട്ടുക. നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾക്കൊന്നും ചിലപ്പോൾ അഡ്രസ്സ് ഉണ്ടാവില്ല, പക്ഷെ ഇതിന് അഡ്രസ്സ് ഉണ്ടാവും. ഇതത്രയും നല്ല ഒരു അമലായിട്ട് അള്ളാഹു അവിടെ സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അബ്ദു മുസ്ലിയാർ ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്, സുഖമില്ലാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കായി? അബ്ദു മുസ്ലിയാർക്കാ സുഖമില്ലാത്ത മകനാ തന്നെ അല്ലേ? അല്ലാഹുവേ, ആ ഉപ്പക്ക് നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. ഉപ്പയുടെ രോഗം നീ ശിഫ നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ റബ്ബേ,
സാധുക്കളായ ഞങ്ങൾക്ക് നീ രണ്ടു ലോകത്തും വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ വിജയം നൽകണേ അല്ലാ. പടച്ചവനെ സാധുക്കളായ ഞങ്ങൾക്ക് രണ്ടു ലോകത്തും നീ വിജയം നൽകണേ റഹ്മാനെ. പടച്ചോനെ അസ്ഹാബുൽ യമീനിന്റെ ലിസ്റ്റിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അസ്ഹാബു ശിമാലിലേക്ക് തള്ളല്ല അല്ലാ. എത്ര വലിയതും നിന്നോട് ചോദിക്കാലോ റബ്ബേ, ആ നിലക്ക് മാത്രം ചോദിക്കുന്നു. ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരെ പെടുത്തണേ അല്ലാ. മശായിഖുമാരെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ കെട്ടിയോള്, അതുപോലെ തന്നെ കെട്ടിയോന് കുട്ടികൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ ഞങ്ങളെ തള്ളല്ല അല്ലാ. ഞങ്ങളെ തള്ളല്ല അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഹാജത്തുകൾ വീട്ടണേ അല്ലാ. പടച്ചോനെ പലതരത്തിലുള്ള